الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم واحفظ لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا. വേദിയിലിരിക്കുന്ന ബഹുമാന്യരൻ, ഏറെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കുട്ടികളെ, സട്ടാവും സംരക്ഷകനുമായ കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ സാധ്യമാം വിധം ജീവിതത്തിൽ പകർത്താൻ ബോധപൂർവം പരിശ്രമിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. തഖ്വ കൊണ്ട് അർഹിക്കുന്ന ഭാഷയിൽ ഓരോരുത്തരെയും വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. അവഗണിക്കപ്പെടുന്ന മാതാപിതാക്കളും വഴിതെറ്റുന്ന മക്കളും എന്ന വിഷയത്തെക്കുറിച്ച് നിങ്ങളുമായി അല്പം സംവദിക്കാനാണ് ഈ ഉള്ളവനെ ഏൽപ്പിച്ചിട്ടുള്ളത്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കേറെ പ്രിയപ്പെട്ടവരാണ് നമ്മുടെ ഉപ്പയും ഉമ്മയും. അതോടൊപ്പം നമുക്കേറെ പ്രിയപ്പെട്ടവരാണ് നമ്മുടെ മക്കളും. മാതാപിതാക്കളെയും മക്കളെയും അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെ പരിഗണിക്കണം എന്ന് പഠിപ്പിച്ചുവോ അതേ മുറപ്രകാരം പരിഗണിക്കാനും ഉപ്പാക്കും ഉമ്മാക്കും താങ്ങും തണലുമാകാനും ഹൃദയം തുറന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവരുടെ സംരക്ഷകരാകാനും നമുക്ക് കഴിയണം. അതോടൊപ്പം തന്നെ ഇന്നിൻ്റെ പുതിയ കാല സാഹചര്യത്തിൽ തിന്മയിലേക്കും വൈകല്യങ്ങളിലേക്കും വൈകൃതങ്ങളിലേക്കും ചാഞ്ഞു പോകുന്ന ഇന്നത്തെ പുതിയ തലമുറയെ, ഇന്നത്തെ മക്കളെ വഴിതെറ്റാതെ നേരായ വഴിയിലേക്ക് വഴി നടത്താനും നമുക്ക് കഴിയേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും മുറുകെ പിടിച്ചുകൊണ്ടാകണം ആ രംഗത്തുള്ള നമ്മുടെ ഓരോ ചുവടുവെപ്പുകൾ. ആ ചുവടുവെപ്പുകളെല്ലാം ആത്യന്തികമായി നമ്മുടെ എല്ലാം പരലോക വിജയത്തിനും മോക്ഷത്തിനും നിമിത്തമാവുകയും ചെയ്യേണ്ടതുണ്ട്. ഉപ്പയെക്കുറിച്ച് അല്ലെങ്കിൽ ഉമ്മയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, മാതാപിതാക്കളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ അറിയേണ്ട അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, സാധാരണ നമ്മുടെ വീട്ടിലെല്ലാം കോഴി ഉണ്ടാവാറുണ്ട്. കോഴി, പൂവൻ കോഴിയും പിടക്കോഴിയും ഒക്കെ ഉണ്ടാവാറുണ്ട്. നമ്മൾ കോഴി വളർത്താറുണ്ട്. നമ്മുടെ വീട്ടിലെ ഒരു പിടക്കോഴി, തള്ളക്കോഴി, അതിൻ്റെ കോഴിക്കുഞ്ഞുങ്ങളെ തൻ്റെ ചിറകിലേക്ക് ചേർത്തി വെക്കും. ഇനി നമ്മൾ വലിയ അരിയോ ധാന്യമോ ഗോതമ്പോ അതിന് തിന്നാൻ ഇട്ടുകൊടുത്താൽ പിടക്കോഴി ഓടി വന്ന് തൻ്റെ മക്കളെയും കൂട്ടിയിട്ടാണ് നമ്മൾ കൊടുത്ത അരിമണികളും ധാന്യമണികളും എല്ലാം അത് കൊത്തിത്തിന്ന. ഇതിനിടയിൽ ആ കുഞ്ഞു കോഴിക്കുഞ്ഞുങ്ങളെ ആക്രമിക്കാൻ ഒരു കാക്ക വന്നാൽ, ഒരു പരുന്ത് വന്നാൽ, ഒരു വിഷപ്പാമ്പ് വന്നാൽ, ഒരു പേപ്പട്ടി വന്നാൽ, ഈ പിടക്കോഴി തൻ്റെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് പ്രതിരോധിക്കും. കാക്കയെങ്ങാനും തൻ്റെ കോഴിക്കുഞ്ഞുങ്ങളെ കൊത്താനും റാഞ്ചിയെടുക്കാനും കടന്നു വന്നാൽ കാക്കയുടെ അത്ര പറക്കാനുള്ള കഴിവൊന്നും പിടക്കോഴിക്കില്ല. അല്ലെങ്കിൽ തൻ്റെ കോഴിക്കുഞ്ഞിനെ റാഞ്ചിയെടുക്കാൻ തന്നേക്കാൾ നല്ല മസിലും ശക്തിയും പറക്കാനുള്ള കഴിവും കാഴ്ചശക്തിയും ഒക്കെയുള്ള, മൂർച്ചയുള്ള നഖമുള്ള, തന്നേക്കാൾ മൂർച്ചയുള്ള കൊക്കുള്ള പരുന്തിന്റെ മുന്നിൽ പോലും
തൻ്റെ കുഞ്ഞുമക്കളെ സംരക്ഷിക്കാൻ വേണ്ടി മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് പിടക്കോഴി തള്ളക്കോഴി സംരക്ഷകയായി നിൽക്കും. വിഷപ്പാമ്പാണ് തൻ്റെ കുഞ്ഞുങ്ങളെ ആക്രമിക്കാൻ കടന്നു വരുന്നതെങ്കിൽ തന്നേക്കാൾ ഉഗ്ര വിഷമുള്ള അല്ലെങ്കിൽ തന്നേക്കാൾ ശക്തിയുള്ള ഒരൊറ്റ കൊത്തെങ്ങാനും കെട്ടിയാൽ ഒരു പക്ഷേ ചാൻ തത്ത് വീണേക്കാം. പക്ഷെ എങ്കിൽ പോലും വിഷപ്പാമ്പിന്റെ മുന്നിൽ പോലും ഈ പിടക്കോഴി തൻ്റെ കുഞ്ഞുമക്കളുടെ സംരക്ഷകയായി നിൽക്കും. ഇനി അതല്ല, ഒരു പട്ടിയാണ് ആക്രമിക്കാൻ കടന്നു വരുന്നതെങ്കിൽ, ഒരു നായയാണ് ആക്രമിക്കാൻ കടന്നു വരുന്നെങ്കിൽ പോലും തന്നേക്കാൾ ശക്തിയും മൂർച്ചയുള്ള പല്ലുകളുമുള്ള പട്ടിക്ക് മുന്നിൽ തൻ്റെ കുഞ്ഞുമക്കളെ സംരക്ഷിക്കാൻ വേണ്ടി മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് ഒരു വല്ലാത്ത ശബ്ദം പുറപ്പെടുവിച്ച് അതിങ്ങനെ ജ്വലിച്ചു നിൽക്കും, തൻ്റെ കുഞ്ഞുങ്ങൾക്കൊരു പോറലും സംഭവിക്കാതിരിക്കാൻ. മാത്രമല്ല, എന്നിട്ട് തൻ്റെ ചിറകുകൾ ഉയർത്തിപ്പിടിച്ച് തൻ്റെ കോഴിക്കുഞ്ഞുങ്ങളെ തൻ്റെ നെഞ്ചിലേക്ക്, തൻ്റെ ഇളം ചൂടിലേക്ക് ചേർത്ത് വെച്ച് അണച്ച് ചേർത്ത് പിടിക്കും പിടക്കോഴി, തള്ളക്കോഴി. അത്രമേൽ ഇഷ്ടമാണ് ആ കോഴിക്ക് തൻ്റെ കുഞ്ഞുമക്കളെ, അത്രമേൽ പ്രിയപ്പെട്ടതാണ് ആ കോഴിക്ക് തൻ്റെ കുഞ്ഞുകുട്ടികളെ. തൻ്റെ കുഞ്ഞുമക്കളെ ആക്രമിക്കാൻ ആരാര് വന്നാലും അത് തന്നേക്കാൾ ശക്തിയുള്ള, തന്നേക്കാൾ കഴിവുള്ള, തന്നേക്കാൾ മികവുള്ള, തന്നേക്കാൾ എത്രമേൽ ശക്തിയുള്ള ഏത് ജന്തുവാകട്ടെ തൻ്റെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് തൻ്റെ അവസാന ശ്വാസം വരേക്കും തൻ്റെ കുഞ്ഞുമക്കളെ താൻ സംരക്ഷിക്കുക തന്നെ ചെയ്യുമെന്നതിൻ്റെ നേർചിത്രങ്ങൾ, പ്രകടമായ പ്രഖ്യാപനങ്ങൾ നമ്മുടെ വീട്ടിലെ കോഴിക്കുഞ്ഞിലും പിടക്കോഴിയിലും നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉപ്പ, നമ്മുടെ ഉമ്മ, അവർക്ക് നമ്മൾ ഏറെ പ്രിയപ്പെട്ടവരാണ്. അതോടൊപ്പം തന്നെ പിടക്കോഴിക്ക് തൻ്റെ കുഞ്ഞുങ്ങൾ എത്രമേൽ പ്രിയപ്പെട്ടവരാണോ അത്രമേൽ പ്രിയപ്പെട്ടവരാണ് നമ്മുടെ ഉപ്പാക്കും ഉമ്മാക്ക് നമ്മൾ, നമുക്ക് നമ്മുടെ മക്കൾ. ഒരു വശത്ത് നമ്മുടെ ഉപ്പയും ഉമ്മയും ഉണ്ട്, മറ്റൊരു വശത്ത് നമ്മുടെ ഭാര്യയും മക്കളും പേരമക്കളുമുണ്ട്. ഇവരോടെല്ലാമുള്ള ഉത്തരവാദിത്വങ്ങളും ബാധ്യതകളും നിർവഹിക്കേണ്ടതുണ്ട് നമുക്ക് ഓരോരുത്തരും. അതുകൊണ്ട് നമ്മുടെ ഉപ്പ, നമ്മുടെ ഉമ്മ അവഗണിക്കപ്പെട്ടുകൂടാ. പലപ്പോഴും ഇന്നിന്റെ പുതിയ കാല സാഹചര്യത്തിൽ ഉപ്പാനോടും ഉമ്മാനോടും മതിപ്പുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്താണ് നമ്മളുള്ളത്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവരെ പരിഗണിക്കേണ്ട മുറപ്രകാരം പരിഗണിക്കാനോ അവരെ ചേർത്ത് പിടിക്കാനോ പലപ്പോഴും താല്പര്യം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ഇന്ന് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാകരുത്. നമുക്കേറെ പ്രിയപ്പെട്ടവരാകണം നമ്മുടെ ഉപ്പയും ഉമ്മയും. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നതും പഠിപ്പിക്കുന്നതും അത് തന്നെ. വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹ് വബിൽ വാലിദൈനി ഇഹ്സാന. പടച്ചറബ്ബിനോടുള്ള ബാധ്യത നമുക്കുണ്ട്. ആ ബാധ്യത അവനെ മാത്രം ആരാധിക്കുക എന്ന ബാധ്യതയാണ്. അള്ളാഹുവിന്റെ ഏകത്വത്തിലും അദ്വിതീയതയിലും നാമ ഗുണവിശേഷണങ്ങളിലും മറ്റാരെയും പങ്കു ചേർക്കാതെ പടച്ചറബ്ബിനെ ഹൃദയത്തോട് ചേർത്തു വെക്കലും അള്ളാഹുവിനെ മാത്രം ആരാധിക്കലും തൗഹീദിൽ, റുബൂബിയയിലും, ഉലൂഹിയയിലും, അസ്മാഉ വസിഫാത്തിലും ആഴത്തിലുള്ള ഉറച്ച ശക്തമായ തൗഹീദി വിശ്വാസത്തിൽ ഭദ്രമായ ഹൃദയത്തിന്റെ ഈമാനിന്റെ ഉടമകളാകണം നമ്മൾ. അവന്റെ ഏകത്വത്തിലും അദ്വിതീയതയിലും നാമഗുണ വിശേഷണങ്ങളിലും ഒരു ശക്തിയെയും വ്യക്തിയെയും നമ്മൾ പങ്കുകാരെ ചേർക്കാൻ പാടില്ല. അതോടൊപ്പം തന്നെ പടച്ചറബ്ബ് നമ്മെ പഠിപ്പിക്കുന്ന വളരെ മർമ്മപ്രധാനമായ കാര്യം വബിൽ വാലിദൈനി ഇഹ്സാന. ഉപ്പാനോടും ഉമ്മാനോടും ഏറ്റവും നല്ല രീതിയിൽ വർത്തിക്കാൻ നമുക്ക് കഴിയണം. എത്രമേൽ ഗൗരവത്തോടുകൂടെയാണ് പടച്ചറബ്ബ് ഇക്കാര്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അത്രമേൽ ഗൗരവത്തോടെ പടച്ചറബ്ബിനോടുള്ള ആരാധനയുടെ മഹത്വത്തെ ഊന്നിപ്പറഞ്ഞ റബ്ബ് തൊട്ടടുത്ത് സ്വന്തം മാതാപിതാക്കളോട് നമ്മൾ പാലിക്കേണ്ട, മാനിക്കേണ്ട മര്യാദകളെ കുറിച്ച് ഗൗരവത്തിൽ നമ്മെ പഠിപ്പിക്കുന്നുവെങ്കിൽ അതിന്റെ ഗൗരവത്തെ തിരിച്ചറിയാൻ സഹോദരങ്ങളെ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഈ അടുത്ത് നമ്മളൊരു പത്ര വാർത്ത നമ്മൾ കണ്ടു. ഒരു പ്രായമായ ഒരു സ്ത്രീ, പ്രായമായ ഒരു ഉമ്മ, ആ ഉമ്മയെ ഒരു കാറിൽ നിന്ന് കുറച്ചാളുകൾ തള്ളി താഴട്ടു. ഓടിക്കൊണ്ടിരിക്കുന്ന കാറിൽ നിന്ന് ഡോറ് തുറന്ന് പുറത്തേക്ക് തള്ളിയിടപ്പെട്ട ഒരു പ്രായമായ ഉമ്മാന്റെ അവസ്ഥ എന്തായിരിക്കും? അവരുടെ കൈയും കാലൊക്കെ പൊട്ടി, തല പൊട്ടി, ചോര പലയിടത്തുനിന്നും വന്നു. നാട്ടുകാരെല്ലാവരും ഒരുമിച്ച് കൂടി അവരെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു. ഹോസ്പിറ്റലിൽ എത്തിച്ച് മുറിവുകളിൽ മരുന്ന് പുരട്ടി. വല്ലാതെ വേദന കൊണ്ട് പൊളയുന്നുണ്ടവര്. അപ്പൊ അവരോട് നാട്ടുകാർ ചോദിച്ചു, ആരാണ് നിങ്ങളെ കാറിൽ നിന്ന് തള്ളിയിട്ടത്? ആരാണ് നിങ്ങളെ ഓടുന്ന വണ്ടിയിൽ, വേഗത്തിൽ പോകുന്ന വണ്ടിയിൽ റോട്ടിലേക്ക് നിങ്ങളെ വലിച്ചെറിഞ്ഞത് ആരാണ്?
പലവട്ടം ചോദിച്ചിട്ടും അവർ പറഞ്ഞില്ല. പിന്നെ അവസാനം അവർ പറഞ്ഞു, അത് എൻ്റെ മക്കളാണ്. 5 ആൺകുട്ടികളുണ്ട് അവർക്ക്. എൻ്റെ മക്കളാണ് എന്നെ വലിച്ചെറിഞ്ഞത്. അപ്പൊ നാട്ടുകാരെല്ലാം കൂടി, എന്നാൽ അവർക്കെതിരെ നമുക്ക് നടപടി സ്വീകരിക്കണം. പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു. പോലീസുകാർ വന്നു. അങ്ങനെ പോലീസുകാരും അവിടെയുള്ള നാട്ടുകാരും ഒക്കെ അവരോട് പറഞ്ഞു, ഒരു വെള്ള പേപ്പറിൽ നിങ്ങളൊന്ന് വെറുതെ ഒന്ന് ഒപ്പിട്ട് തരണം. ഒപ്പിടാറിയില്ല. അല്ല, നിങ്ങളുടെ കയ്യിൽ മഷി പുരട്ടി തമ്പു വെച്ചാൽ മതി. എന്തേ കാര്യം? അത് നിങ്ങളുടെ മക്കൾക്കെതിരെ ഒരു പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാൻ. ആ സമയത്ത് ഉമ്മ പറഞ്ഞ വർത്തമാനം നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടത്. പ്രായമായ, വീണ് കയ്യും കാലും പൊട്ടി ചോര വാർന്നൊഴുകിയ, തളർന്ന അവശയായ ആ മാതാവ് പറയാണ്, ഞാനിതിൽ ഒപ്പിട്ടാൽ, ഇത് പരാതിയായി മാറിയാൽ എന്റെ കുട്ടികളെ നിങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരില്ലേ? എന്റെ കുട്ടികളെ നിങ്ങൾ അടിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യില്ലേ? എനിക്കത് സഹിക്കാൻ പറ്റില്ല. ഞാൻ ചെയ്യില്ല. ഞാൻ ഒപ്പിടില്ല. എനിക്ക് പരാതിയില്ല. എന്റെ കുട്ടികളല്ലേ, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. സാരല്ല, പോട്ടെ എന്ന് പറയുന്ന ഒരു ഉമ്മാന്റെ മനസ്സിന്റെ വലിപ്പം നമ്മൾ അറിയേണ്ടതുണ്ട്. തന്നെ വലിച്ചെറിഞ്ഞു പോയ മക്കളോട്, തന്നെ ഉപദ്രവിച്ച മക്കളോട്, തന്നെ പ്രയാസപ്പെടുത്തിയ മക്കളോട്, സാരല്ല, നിന്റെ കുട്ടികളല്ലേ, ഞാൻ പുറത്തിരിക്കുന്നു. അവർക്കെതിരെ പരാതി കൊടുത്ത് അവർക്കത് ബുദ്ധിമുട്ടാവുകയും അവരെ പോലീസ് കേസെടുക്കുകയും ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുക എന്നത് എനിക്ക് ആലോചിക്കാൻ പോലും കഴിയില്ല. അതുകൊണ്ട് ഞാൻ പരാതി തരില്ല എന്ന് പറയുന്ന ഒരു ഉമ്മാന്റെ വർത്തമാനം നമ്മൾ പത്രമാധ്യമങ്ങളിൽ കണ്ടു. അത്രമേൽ ഇഷ്ടമുണ്ട്, സ്നേഹമുണ്ട് നമുക്ക് നമ്മുടെ ഉമ്മാക്ക് നമ്മളോട്, നമ്മുടെ ഉപ്പാക്ക് നമ്മളോട്. പലപ്പോഴും ഉപ്പമാരെ അവഗണിക്കുകയാണ് മക്കൾ. ഒരല്പം മുതിർന്നു കഴിഞ്ഞാൽ ഉപ്പാനോട് സംസാരിക്കാൻ പോലും നമുക്ക് നേരല്ല. ഉപ്പാനോട് വർത്തമാനം പറയാൻ നമുക്ക് നേരല്ല. ഒന്ന് സലാം പറയാൻ പോലും നേരമില്ല. ഉപ്പ എന്ന് വിളിക്കാൻ പോലും നമുക്ക് നേരല്ല. ഉമ്മ എന്ന് വിളിക്കാൻ പോലും നേരമില്ല. ആ 2 ഉപ്പാന്റെയും ഉമ്മാന്റെയും കൈ പിടിച്ചൊരു 5 മിനിറ്റ് വർത്തമാനം പറയാൻ പോലും നമുക്ക് നേരമില്ല. നമുക്ക് സംസാരിക്കാൻ നേരമില്ല. നമ്മൾ മിണ്ടുന്നില്ല, നമ്മൾ സംസാരിക്കുന്നില്ല, നമ്മൾ വർത്തമാനം പറയുന്നില്ല അവരുമായി. എന്നാൽ നമുക്ക് വർത്തമാനം പറയാൻ പഠിപ്പിച്ചത് ഈ ഉപ്പയല്ലേ? അല്ലാഹ് എന്ന് നമ്മളെ ചൊല്ലി പഠിപ്പിച്ചത് ഈ ഉപ്പയല്ലേ? അല്ലാഹ് എന്ന് നമ്മെ ചൊല്ലി പഠിപ്പിച്ചത് നമ്മുടെ ഉമ്മയല്ലേ? ഉപ്പ എന്ന് വിളിക്കാൻ നമ്മെ പഠിപ്പിച്ചത് ഈ ഉപ്പയല്ലേ? ഉമ്മ എന്ന് വിളിക്കാൻ നമ്മെ പഠിപ്പിച്ചത് ഈ ഉമ്മയല്ലേ? വിശക്കുന്നു, ചോറ് വേണം എന്ന് പറയാൻ പഠിപ്പിച്ചത് ഈ ഉപ്പയും ഉമ്മയുമല്ലേ? അല്ലേ? ആ ഉപ്പാനോട് നമുക്ക് സംസാരിക്കാൻ നേരമില്ല. അങ്ങനെയുള്ള ഉമ്മാനോട് നമുക്ക് വർത്തമാനം പറയാൻ നേരമില്ല. നമ്മൾ ബിസിയാണ്, ഭയങ്കര ബിസിയിലാണ് നമ്മൾ പറയണത്. നമുക്ക് ഒരുപാട് തിരക്കുണ്ട്, കച്ചവട തിരക്കുണ്ട്, ആ തിരക്കുണ്ട്, ഈ തിരക്കുണ്ട്, കടയിൽ പോകണം, ജോലി പോകണം, അങ്ങനെ ഒരുപാട് തിരക്കുണ്ട്. നമ്മുടെ ഉപ്പയും ഉമ്മയുമായി ഇരിക്കാനും സംസാരിക്കാനും നമുക്ക് നേരമില്ല. എത്രമേൽ കഷ്ടമാണ് ഈ വർത്തമാനങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഉപ്പയുമായി ഉമ്മയുമായി സംസാരിക്കാൻ നമ്മൾ നേരം കണ്ടെത്തിയേ മതിയാവും. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയെത്ര സാരോപദേശങ്ങളാണ് നമ്മെ പഠിപ്പിച്ചത്. എത്രമേൽ ഗൗരവമുള്ള വിഷയമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തിയത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മക്കളോട്, പേരമക്കളോടുള്ള പ്രവാചകന്റെ പെരുമാറ്റവും സമീപനങ്ങളിലും എത്രയെത്ര മര്യാദകൾക്ക് നമുക്ക് പഠിക്കാനുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രവാചകന്റെ മക്കളും പേരമക്കളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കാണിച്ച ബഹുമാനവും ആദരവും എത്രമേൽ നമുക്ക് മാതൃകയായുണ്ട്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് ഇഷ്ടമാണെങ്കിൽ, മുഹമ്മദ് റസൂലുള്ള നമുക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് എങ്കിൽ, മുഹമ്മദ് റസൂലുള്ള എന്നത് നമ്മുടെ അഭിമാനമാണെങ്കിൽ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ മാതാപിതാക്കളെ പരിഗണിക്കാനും സ്നേഹിക്കാനും ആദരിക്കാനും നമുക്ക് കഴിഞ്ഞേ മതിയാവും. ഉപ്പയോട് ഉമ്മയോട് വർത്തമാനം പറയാൻ നമുക്ക് കഴിയണം. അവരോട് ഏറ്റവും മാന്യമായി പെരുമാറാൻ നമുക്ക് കഴിയണം. അള്ളാഹുവിന്റെ വരികൾ പോലും വല തകുല്ലഹുമ ഉഫിൻ എന്ന വർത്തമാനം വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കണം. ഛേ എന്ന് പറയുമ്പോൾ നമ്മൾ കരുതി ഛേ എന്ന് മാത്രം പറയാൻ പാടില്ല, വേറൊന്നും പറയാനാണ്. ഛേ എന്ന് മാത്രം പറയാൻ പാടില്ല, ബാക്കിയൊന്നും പറയാം. ഉപ്പാന്റെ ഉമ്മാന്റെ മുഖത്ത് നോക്കിയിട്ട് എന്ന് പോലും പറയാൻ വകുപ്പില്ല നമുക്ക് എന്നാണ്. ഉപ്പാനോടും ഉമ്മാനോട് കയർത്ത് സംസാരിക്കാനുള്ള വകുപ്പ് നമുക്കില്ല. ഉപ്പാനോടും ഉമ്മാനോടും കയർത്ത് സംസാരിക്കുക, ഉപ്പാനോടും ഉമ്മാനോടും ദേഷ്യപ്പെട്ട് സംസാരിക്കുക. എത്ര സങ്കടം ഉണ്ടാവും അവർക്ക്, എത്ര വേദന ഉണ്ടാവും അവർക്ക്. ഒരുപക്ഷെ അവർ മാറി നിന്ന് കരയും. ഓ, എന്റെ കുട്ടി എന്നോട് ഇങ്ങനെ പെരുമാറിയല്ലോ, അവന്റെ വാക്കുകൾ എന്റെ ഹൃദയത്തെ വല്ലാതെ വേദനിപ്പിച്ചല്ലോ എന്ന് പറഞ്ഞെങ്ങാനും ഉപ്പ ഒന്നും മാറി കരഞ്ഞു പോയാൽ, ഉമ്മ എങ്ങാനും മാറി ഒന്ന് ഉമ്മാന്റെ കണ്ണെങ്ങാനും നിറഞ്ഞു പോയാൽ
അതിന് എന്തു പകരം കൊടുക്കും പടച്ചറപ്പിന്റെ വിചാരണക്ക് നമ്മൾ? അള്ളാഹുവിന്റെ ചോദ്യത്തിന് എന്ത് ഉത്തരം പറയും നമ്മൾ? അതുകൊണ്ട് വളരെ ഗൗരവമാണ് വിഷയം. സ്നേഹമുള്ള, അല്ലെങ്കിൽ നമ്മെ വല്ലാതെ സ്നേഹിച്ചു വളർത്തിയ നമ്മുടെ ഉപ്പയും ഉമ്മയും അവഗണിക്കപ്പെടരുത്. ഈ അടുത്ത് കേരളത്തിലെ ഒരു വൃദ്ധസദനത്തിൽ നിന്ന് ഒരു വർത്തമാനം നമ്മൾ അറിഞ്ഞു. ഒരു പ്രായമായ മനുഷ്യൻ, അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിൽ അദ്ദേഹത്തിന്റെ മകനുണ്ടായി, കുറച്ച് നന്നായി വളർന്നുകൊണ്ടിരിക്കെ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ മരണപ്പെട്ടു. അദ്ദേഹം വേറെ കല്യാണവും കഴിച്ചില്ല. ഈ കുട്ടിനെ വളർത്തിയവൻ സ്നേഹലാളനയോടെ വളർത്തി. അവൻ ആവശ്യമുള്ളതെല്ലാം ചെയ്തു കൊടുത്തു, ആവശ്യമുള്ളതെല്ലാം വാങ്ങിച്ചു കൊടുത്തു. അവനെ നന്നായി പഠിപ്പിച്ചു. അവൻ ബിരുദവും ബിരുദാനന്തര ബിരുദവും നല്ല വിദ്യാഭ്യാസവും നേടി. ഒടുവിൽ അവൻ ഗൾഫിലേക്ക് പോയി. അവന് കല്യാണം കഴിച്ചു കൊടുത്തു. അവന് മക്കളുമായി. ഇതെല്ലാം ചെയ്തു കൊടുത്തു. ഒരു ഉപ്പാന്റെ എല്ലാ ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളും അയാൾ നിർവഹിച്ചു. ഇപ്പോ മകന് ഇദ്ദേഹത്തെ കാണാൻ വരുന്നില്ല. ഒടുവിൽ മകൻ ഇദ്ദേഹത്തെ ഒരു ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടാക്കിയ ഒരു വൃദ്ധസദനത്തിലേക്ക്. എല്ലാ ദിവസവും അദ്ദേഹം സുബഹി നമസ്കാരം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വൃദ്ധസദനത്തിലെ ഓഫീസ് റൂമിന്റെ ജനാലിന്റെ അരികിൽ വന്ന് അയാൾ ഇരിക്കും. ളുഹർ ബാങ്ക് കൊടുക്കണവരെ. എപ്പോഴെങ്കിലും എൻ്റെ മകനൊന്ന് ഫോൺ ചെയ്യുകയാണെങ്കിൽ ഹലോ എന്ന് എൻ്റെ കുട്ടിന്റെ ശബ്ദം ഒന്ന് കേൾക്കാലോ എന്ന് ആഗ്രഹിച്ചിട്ട് ളുഹ്സ്കാരത്തിന് ബാങ്ക് കൊടുത്ത പള്ളി പോയി നിസ്കാരം കഴിഞ്ഞ് വന്നിട്ട് അദ്ദേഹം പിന്നെയും വന്നിരിക്കും. പിന്നെ ഭക്ഷണത്തിന്റെ ഒരു ഇടവേള, പിന്നെയും അതേപോലെ അസർ ബാങ്ക് കൊടുക്കണവർ അവിടെ തന്നെ. പിന്നെ അത് കഴിഞ്ഞ് വന്നാൽ പിന്നെ മഗ്‌രിബ് ബാങ്ക് കൊടുക്കണവർ അവിടെ തന്നെ. മഗ്‌രിബ് കഴിഞ്ഞ് വന്നിട്ട് ഇശാ ബാങ്ക് കൊടുക്കണവർ അവിടെ തന്നെ. ഓഫീസ് അടക്കണവരെ രാത്രി അവിടെ തന്നെ. പിറ്റേന്ന് രാവിലെ സുബഹിക്ക് നിസ്കാരം കഴിഞ്ഞ് വന്നിട്ട് പിന്നെ അവിടെ വന്നിരിക്കും. എൻ്റെ മകന്റെ ഒരു ഫോൺ കോൾ, ഒന്ന് ഉപ്പ എന്ന ഒരു വിളി കേൾക്കാൻ, ഹലോ എന്ന വിളി കേൾക്കാൻ വേണ്ടി ആ ഉപ്പ കാത്തിരുന്നു എന്ന്. ഒടുവിൽ ഇതുപോലെ കാത്തിരുന്ന മനുഷ്യൻ ഒരു ദിവസം സുബഹിന്റെ സമയത്ത് അദ്ദേഹത്തിന്റെ കൂടെ റൂം താമസിക്കുന്ന മറ്റൊരു പ്രായമായ ഇതേപോലെ മക്കൾ അവഗണിച്ച ഒരു ഉപ്പ അദ്ദേഹത്തെ തട്ടി വിളിക്കുമ്പോ അദ്ദേഹത്തിന്റെ ശരീരം തണുത്തുറച്ചിരിക്കുന്നു. എന്നേക്കുമായി അദ്ദേഹം ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞിരിക്കുന്നു. ഈ ലോകത്തുനിന്ന് വിട പറയുന്നതിന് മുമ്പ് ആ മനുഷ്യൻ പറഞ്ഞൊരു വർത്തമാനമുണ്ട്. എൻ്റെ മകന് ഞാൻ എല്ലാം കൊടുത്തു, നല്ല വിദ്യാഭ്യാസം നൽകി, നന്നായി പഠിപ്പിച്ചു, അവൻ ആവശ്യപ്പെട്ടതെല്ലാം ചെയ്തു കൊടുത്തു. പക്ഷേ ഒരു കാര്യം ഞാൻ വിട്ടുപോയി, ഒരു കാര്യം എനിക്ക് അബദ്ധം പറ്റിപ്പോയി. ഞാൻ അവന് ദീൻ ശരിയാവണ്ണം കൊടുത്തില്ല, ദീൻ ശരിയാവണ്ണം ഞാൻ അവനെ പഠിപ്പിച്ചില്ല. അള്ളാഹുവിന്റെ ദീനിനെ അവന്റെ ഹൃദയത്തിൽ ശരിയാവണ്ണം പകർന്നു കൊടുക്കാനുള്ള ശ്രമങ്ങൾ ഞാൻ നൽകിയില്ല. ഭൗതികമായ വിദ്യാഭ്യാസങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഒരുക്കി കൊടുത്തു. പക്ഷേ മതവിജ്ഞാനം നൽകുന്നതിൽ ഞാൻ ശ്രദ്ധിച്ചില്ല. അതിന്റെ ദുരന്ത ഫലവും ഇന്ന് ഞാൻ അനുഭവിക്കുന്നു എന്ന് അദ്ദേഹം സങ്കടം പറഞ്ഞ വർത്തമാനം അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകൾ പങ്കുവെക്കുന്ന വർത്തമാനവും നമ്മൾ കേട്ടു. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ എത്രയെത്ര കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കർണാടകയിൽ അങ്ങനെ ലോകത്തിന്റെ പലയിടങ്ങളിൽ ഇതുപോലുള്ള വൃദ്ധസദനങ്ങളുണ്ട്. പണ്ട് കേരളത്തിൽ ഒരു പ്രധാന ആനുകാലികം എഴുതി, മുസ്ലിങ്ങൾ കൂടുതൽ താമസിക്കുന്ന ഇടങ്ങളിൽ ഓൾഡ് ഏജ് ഹോമുകളില്ല, കുറവാണ്. അവിടെ മുസ്ലിങ്ങൾ അങ്ങനെ മാതാപിതാക്കളെ ഈ വൃദ്ധസദനങ്ങളിലേക്ക് വിടാറില്ല, വലിച്ചെറിയാറില്ല, അവർ സംരക്ഷിക്കാറില്ല. അതിന് കാരണം എന്ത് എന്നതിന് അവർ അന്വേഷിച്ച് പറഞ്ഞത് വഅലുകളാണ്, പള്ളി മിമ്പറുകളാണ്, മദ്രസകളാണ്, തർബിയ തസ്കിയ ക്യാമ്പുകളാണ്, ഇതുപോലുള്ള സമ്മേളനങ്ങളാണ്, ഖുർആൻ ക്ലാസ്സുകളാണ്, ഹദീസ് ക്ലാസ്സുകളാണ്, നിരന്തരമായ ബോധവൽക്കരണമാണ് ഉപ്പയെ ഉമ്മയെ ചേർത്തു പിടിക്കാനും സംരക്ഷിക്കാനും അവർക്ക് സഹായകമായത്. എന്നാൽ കുറച്ചു വർഷങ്ങൾക്ക് ശേഷം ഈ അടുത്ത് അതേ ആനുകാലികം എഴുതി, ഇന്ന് മുസ്ലിങ്ങൾക്കിടയിൽ കൂടുതൽ വൃദ്ധസദനങ്ങൾ പെരുകുന്നു. എന്തേ? മിമ്പറില്ലേ, പള്ളിയില്ലേ, തസ്കിയയില്ലേ, തർബിയ ക്യാമ്പില്ലേ, ഖുർആൻ ക്ലാസ് ഇല്ലേ, ഹദീസ് ക്ലാസ് ഇല്ലേ, ഖുർആൻ പഠന ഹദീസ് പഠന സംവിധാനങ്ങളില്ലേ, എല്ലാം ഉണ്ട്. പക്ഷേ ഒന്നും ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്നില്ല. കേവലം ഒരു ചെവിയിലൂടെ കേട്ട് മറ്റു ചെവിയിലൂടെ വലിച്ചെറിയുന്ന ഒരവസ്ഥയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു പലതും. ഹൃദയങ്ങളിലേക്ക് അതൊന്നും സന്നിവേശിപ്പിക്കപ്പെടാത്തത് കൊണ്ട്, ഹൃദയങ്ങളിലേക്ക് അതൊന്നും ആഴത്തിൽ ഇറങ്ങാത്തത് കൊണ്ട് കേവലം പുറംപോച്ചു മാത്രമാകുന്നു. അതുകൊണ്ട് ഇന്ന് വൃദ്ധസദനങ്ങൾ കൂടുന്നു, ഓൾഡ് ഏജ് ഹോമുകൾ കൂടുന്നു, ഉപ്പാനുമ്മാനെ അങ്ങോട്ട് വലിച്ചെറിയുന്നു. നോക്കാൻ നേരവും സമയവും നമുക്ക് ഇല്ലാതായി പോകുന്ന ഒരു വലിയ ദുരന്ത ചിത്രം ഇന്ന് നമ്മുടെ മുന്നിലുണ്ട്, നമ്മുടെ കൺമുന്നിലുണ്ട്. അതുകൊണ്ട് നമ്മൾ ജീവിച്ചിരിക്കെ നമ്മുടെ ഉപ്പാന്റെ കണ്ണ് നിറയാൻ പാടില്ല. നമ്മൾ ജീവിച്ചിരിക്കെ നമ്മുടെ ഉമ്മയുടെ കണ്ണ് നിറയുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകരുത്. അതിന് നമ്മുടെ നാവോ നമ്മുടെ വാക്കോ നമ്മുടെ വർത്തമാനമോ നമ്മുടെ പെരുമാറ്റമോ കാരണമാകരുത്.
നമുക്കെതിരെ നമ്മുടെ ഉപ്പയും ഉമ്മയും നമുക്കെതിരെ പ്രാർത്ഥിക്കേണ്ട ഒരു ദുരന്തത്തിലേക്ക് എത്താൻ നമ്മുടെ സംസാരവും പെരുമാറ്റവും നടപടിക്രമങ്ങളും കാരണമാകരുത്. മറിച്ച് നമുക്ക് വേണ്ടി നമ്മുടെ ഉപ്പയും ഉമ്മയും ഹൃദയം തുറന്ന് പടച്ച റബ്ബിന്റെ മുന്നിൽ കൈകൾ ഉയർത്തുന്ന സ്ഥിതിവിശേഷം ഉണ്ടാക്കാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ നമുക്ക് കഴിയണം. അത് ഈ ദുനിയാവിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. ഏറ്റവും വലിയ സൗഭാഗ്യം നമ്മുടെ ഉപ്പ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നത്, നമ്മുടെ ഉമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നത്, നമ്മുടെ നന്മക്ക് വേണ്ടി ഇഹപര വിജയത്തിന് വേണ്ടി ഉപ്പയും ഉമ്മയും അള്ളാഹുവിന്റെ മുന്നിൽ കൈകൾ ഉയർത്തി നിറകണ്ണുകളോടെ പ്രാർത്ഥിക്കുന്നു എന്നത് ഈ ദുനിയാവിൽ വെച്ച് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. ഏറ്റവും വലിയ സൗഭാഗ്യം. എന്നാൽ നമ്മളിൽ നിന്ന് നമ്മുടെ ഉപ്പയും ഉമ്മയും നഷ്ടപ്പെട്ടു പോയ ആളുകളുണ്ട്. അവരോട് ആ ഉപ്പാക്കും ഉമ്മാക്കും നമ്മൾ നിർവഹിക്കേണ്ട ചില ദൗത്യങ്ങളുണ്ട്. എന്താണത്? ആ ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുക എന്ന നന്മ, പ്രാർത്ഥന, അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ ഉപ്പയും ഉമ്മയും സ്നേഹിച്ച ഉപ്പാന്റെ കുടുംബക്കാരെ, ഉപ്പാന്റെ ബന്ധുക്കളെ, ഉമ്മാന്റെ കുടുംബക്കാരെ, ഉമ്മാന്റെ സുഹൃത്തുക്കളെ, ഉപ്പാന്റെ സുഹൃത്തുക്കളെ ആദരിക്കലും ബഹുമാനിക്കലും സ്നേഹിക്കലും അവരുമായി നല്ല ബന്ധം വെച്ച് പുലർത്തലും ഉപ്പയോടുള്ള ഉമ്മയോടുള്ള മര്യാദയുടെ ഭാഗമാണ്. നന്മകൾ ചെയ്യാൻ നമുക്ക് പ്രചോദനമായ, നമുക്ക് വഴി കാണിച്ചു തന്ന ഉപ്പയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ആ നന്മകൾ നിരന്തരം തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുക എന്നത് മക്കളായ നമ്മുടെ ദൗത്യമാണ്, ഉത്തരവാദിത്തമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല നമ്മൾ അറിയണം, അതെ, ഉപ്പയും ഉമ്മയും ചെയ്തു വെച്ച നന്മകൾ, ജീവിച്ചിരിക്കെ ഉപ്പയും ഉമ്മയും ചെയ്തുകൊണ്ടിരുന്ന നന്മകൾ ഉണ്ടാകും. അവരുടെ കുടുംബക്കാരെ പരിഗണിക്കുന്നതാകട്ടെ, സാധുക്കൾക്ക് ഒരു നേരത്തെ ഭക്ഷണം നൽകുന്നതാകട്ടെ, ഒരു യതീംഖാന സംരക്ഷിക്കുന്നതിന് വേണ്ടി നൽകുന്ന ഇടപെടലുകളാകട്ടെ, അങ്ങനെ ഉപ്പയും ഉമ്മയും ജീവിച്ചിരിക്കെ ചെയ്തു വെച്ച നന്മകൾ എന്തൊക്കെയുണ്ടോ ആ നന്മകൾ മക്കളേറ്റെടുത്ത് അത് മുറിയാതെ നിലനിർത്തുക എന്ന വലിയ ദൗത്യം കൂടെ മക്കൾ എന്ന നിലയിൽ നമ്മൾ നിർവഹിക്കേണ്ട ബാധ്യതകളിൽ ഒന്നാണ്. ഇതൊക്കെ നാളെയുടെ ലോകത്ത്, അല്ലെങ്കിൽ ബർസഖിയായ ലോകത്ത് നമ്മുടെ ഉപ്പായുടെ ഉമ്മയുടെ നന്മകളുടെ തുലാസുകൾ കനം തൂങ്ങാൻ നിമിത്തമാകും നമ്മളുടെ ഈ പിന്തുടർച്ചാ പ്രവർത്തനങ്ങൾ. കാരണം നമുക്ക് പ്രചോദനമായത് ഉപ്പയാണ്, നമുക്ക് പ്രചോദനമായത് ഉമ്മയാണ്. അവർ ചെയ്തു വെച്ച നന്മകൾ തുടർ പ്രവർത്തനങ്ങളായി കൊണ്ടു നടക്കാനും ഹൃദയം തുറന്ന് പടച്ച റബ്ബിനോട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നമുക്ക് കഴിയേണ്ടതുണ്ട് എന്ന് ചുരുക്കം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ച ശ്രദ്ധേയമായ നന്മകളിൽ വളരെ മർമ്മപ്രധാനമായ നന്മയാണ് ഉപ്പയെ ഉമ്മയെ ചേർത്ത് പിടിക്കുക എന്ന നന്മ. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തൻ്റെ ഉപ്പാനെ ഒരു നോക്ക് കാണാൻ പോലും കഴിഞ്ഞിട്ടില്ലല്ലോ. ഈ ലോകത്ത് പിറന്നു വീഴുന്നതിന് മുമ്പ് തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉപ്പാനെ നഷ്ടപ്പെട്ടല്ലോ. ഉപ്പാനെ കണ്ടിട്ടില്ല. അബ്ദുല്ലാ ബിൻ അബ്ദുൽ മുത്തലിബിനെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടിട്ടില്ല. നിങ്ങൾ നോക്കി, നമുക്ക് നമ്മുടെ ഉപ്പാനെ കാണാനും ഉപ്പാന്റെ സ്നേഹം അനുഭവിക്കാനും ഉപ്പാന്റെ ചുടുചുംബനങ്ങൾ കിട്ടാനും ഉപ്പാന്റെ സ്നേഹലാളനകൾ അനുഭവിക്കാനും ആസ്വദിക്കാനുള്ള അവസരം പടച്ച റബ്ബ് നമുക്ക് തന്നില്ലേ? അള്ളാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉപ്പാനൊന്ന് നോക്കാനുള്ള, കാണാനുള്ള അവസരം പോലും ഉണ്ടായിട്ടില്ലല്ലോ. അത്തരം ഒരു ഘട്ടത്തിലൂടെയല്ലേ അള്ളാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളർന്നു വന്നത്. അലം യജിദ്ക യതീമൻ ഫആവാ എന്ന് അള്ളാഹ് പറഞ്ഞല്ലോ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ. കേവലം ഒരു 6 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറിയ കുഞ്ഞു മകനായിരിക്കെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉമ്മാനെ നഷ്ടപ്പെട്ടല്ലോ. ഒരു ഉമ്മാന്റെ സ്നേഹവും ലാളനയും ചൂടും ചുംബനവും താങ്ങും തണലും അനുഭവിച്ച് ആസ്വദിച്ച് തീരും മുമ്പേ ഒരു ചെറിയ കുഞ്ഞു മകന്, ഒരു 6 വയസ്സുകാരന് ഉമ്മ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ എത്രമേൽ സങ്കടകരമാണ് ആ അവസ്ഥ, എത്രമേൽ മനസ്സിന് വേദനിക്കുന്നതാണ് അവസ്ഥ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വഴിയിലൂടെയും കടന്നുപോയല്ലോ. എന്നാൽ നമുക്ക് നമ്മുടെ ഉമ്മാനെ ആ ഉമ്മാന്റെ ചൂടും ചുംബനവും സ്നേഹവും ലാളനയും സംരക്ഷണവും വേണ്ടുവോളം അനുഭവിക്കാനുള്ള അള്ളാഹു നമുക്ക് അവസരങ്ങൾ നൽകിയില്ലേ? നിങ്ങൾ നോക്കി, എത്രമേൽ അള്ളാഹുവിൻ്റെ മുന്നിൽ നമ്മൾ നന്ദി രേഖപ്പെടുത്തേണ്ടതുണ്ട്, എത്രമേൽ അള്ളാഹുവിൻ്റെ മുന്നിൽ നമ്മൾ ശുക്ർ രേഖപ്പെടുത്തേണ്ടതുണ്ട് ഈ സൗഭാഗ്യങ്ങൾ നൽകിയ പടച്ച റബ്ബിന്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്തരം ഘട്ടങ്ങളിലൂടെ കടന്നുപോയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തെ ഉപദേശിക്കുകയാണ്. എങ്ങനെ പരിഗണിക്കണം ഉപ്പയെ എന്ന്, എങ്ങനെ പരിഗണിക്കണം ഉമ്മയെ എന്ന്, എങ്ങനെയാകണം അവരോടുള്ള നിങ്ങളുടെ നിലപാടുകളും സമീപനങ്ങളും എന്ന്. അതുകൊണ്ട് ലോകാവസാനം വരേക്കും ആ രംഗത്ത് ഒരു വിശ്വാസി പാലിക്കേണ്ട, മാനിക്കേണ്ട മര്യാദകളെ കുറിച്ച് അക്കമിട്ട് പഠിപ്പിക്കുകയാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ,
നമുക്കേറെ പ്രിയപ്പെട്ടവരാകണം നമ്മുടെ ഉപ്പ, നമുക്കേറെ പ്രിയപ്പെട്ടവരാകണം നമ്മുടെ ഉമ്മ, നമുക്കേറെ പ്രിയപ്പെട്ടവരാകണം നമ്മുടെ വല്ലുപ്പ, നമുക്കേറെ പ്രിയപ്പെട്ടവരാകണം നമ്മുടെ വല്ലുമ്മ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന വല്ലുപ്പ എത്രമേൽ തികവുള്ള, മികവുള്ള, സമ്പൂർണനായ വല്ലുപ്പയാണ് എന്ന് നമ്മൾ അറിയണം. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ എന്ന ശ്രദ്ധേയരായ രണ്ട് മക്കൾ, പേരമക്കൾ, അവർക്ക് എത്ര പ്രിയപ്പെട്ടവനായിരുന്നു അവരുടെ പിതാമകൻ, അവരുടെ ഗ്രാൻഡ് ഫാദർ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മക്കളുടെ നെറുകയിൽ ചുംബിക്കുന്ന വല്ലുപ്പ, അവരുടെ തലയിൽ സ്നേഹത്തോടെ ലാളനയോടെ തലോടുന്ന അവരുടെ വല്ലുപ്പ, അവരെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്തു വെച്ച് അള്ളാഹുവിൻ്റെ മുന്നിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വല്ലുപ്പ, നന്മകളെല്ലാം പകർന്നു നൽകുന്ന വല്ലുപ്പ, ചെറിയ ചെറിയ പിഴവുകൾ പോലും ബോധപൂർവം ഇടപെട്ട് തിരുത്തി കൊടുക്കുന്ന വല്ലുപ്പ. ഇങ്ങനെ ഒരു വല്ലുപ്പയെ ലോകം എവിടെയാണ് കണ്ടത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ തികവുള്ള, മികവുള്ള റോൾ മോഡലായ ഒരു ഗ്രാൻഡ് ഫാദറിനെ ലോക ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. ഒരു ഉപ്പയെ നമുക്ക് കാണാൻ കഴിയില്ല. ഒരു കുടുംബനാഥനെ നമുക്ക് കാണാൻ കഴിയില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പേരമക്കളെ അതേപോലെ ഹൃദയം തുറന്ന് ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്തിരുന്നല്ലോ. അതുകൊണ്ടാണ് പള്ളി മിമ്പറിൽ ഖുത്ബ നിർവഹിച്ചു കൊണ്ടിരിക്കെ പോലും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പള്ളിയിലേക്ക് കടന്നു വന്ന തൻ്റെ പേരമക്കളെ രണ്ട് കൈകളിൽ ഇരുത്തിക്കൊണ്ട് പള്ളി മിമ്പറിൽ നിന്ന് ഇറങ്ങി വന്ന് രണ്ടാളെയും എടുത്ത് പിന്നെയും മിമ്പറിൽ കയറി ഖുത്ബ നിർവഹിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് വായിക്കാൻ കഴിയുമ്പോൾ എങ്ങനെയാണ് മക്കളെ ചേർത്ത് പിടിക്കേണ്ടത് എന്ന് നമ്മെ പഠിപ്പിക്കുകയായിരുന്നില്ലേ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം? എങ്ങനെയാണ് മക്കൾക്ക് മുന്നിൽ മാതൃകയായി ജീവിക്കേണ്ടത് എന്ന് ജീവിതത്തിലൂടെ കാണിച്ചു തരികയായിരുന്നില്ലേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം? അതുകൊണ്ട് നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ പരിഗണിക്കുന്നത് പോലെ, അവരെ ആദരിക്കുന്നത് പോലെ, അവരെ ബഹുമാനിക്കുന്നത് പോലെ, അവരോടുള്ള ബാധ്യതകളും ദൗത്യങ്ങളും നിർവഹിക്കുന്നത് പോലെ, അവരെ അവഗണിക്കുന്ന ഒരു വാക്കോ നടപടിക്രമങ്ങളോ പ്രയോഗങ്ങളോ പെരുമാറ്റങ്ങളോ നമ്മുടെ ജീവിതത്തിൽ നിന്നുണ്ടാകാതെ ബോധപൂർവം ശ്രദ്ധിക്കുന്നത് പോലെ ഒരു വശത്ത് നമുക്ക് നമ്മുടെ മക്കളുണ്ട്, പേരമക്കളുണ്ട്. അവരെ സ്നേഹിക്കാനും പരിഗണിക്കാനും അവരെ കൂടി ചേർത്ത് പിടിക്കുവാനുമുള്ള മര്യാദയും മാന്യതയും വിശ്വാസികൾ എന്ന നിലയിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയുകയും ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടതുണ്ട്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് എത്രയെത്ര സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പേരമക്കളോടുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെരുമാറ്റങ്ങൾ, പ്രവാചകന്റെ സമീപനങ്ങൾ, പ്രവാചകന്റെ ഇടപെടലുകൾ, അങ്ങനെ ഒരുപാട്. ബാങ്ക് വിളി കേൾക്കുമ്പോൾ തൻ്റെ മക്കളുമായി പേരമക്കളുമായി കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ബാങ്കിന്റെ വിളിയാളം കേട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ പേരമക്കളുമായിട്ടുള്ള ഒട്ടകം കളി നിർത്തിവെച്ച് ആ മക്കളെ കൈപിടിച്ച് പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാം. എന്തേ? ഒരു ബാങ്ക്, നല്ലൊരു കളി നടന്നുകൊണ്ടിരിക്കുന്ന ഇടയിൽ ഈ ബാങ്കാണ് എല്ലാം കൊളമാക്കിയത് എന്നൊരർത്ഥത്തിൽ ബാങ്കിനോട് പോലും ഒരു മുഷിപ്പ് തോന്നാതിരിക്കാൻ, അല്ലെങ്കിൽ അത്തരം ഒരു ചിന്ത പോലും കടന്നു വരാതിരിക്കാൻ ബാങ്ക് വിളി കേട്ടാൽ എന്ത് കളിയാണെങ്കിലും അത് നിർത്തിവെച്ച് അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകണം. വിജയത്തിലേക്കുള്ള, നമസ്കാരത്തിലേക്കുള്ള വിളിക്ക് ഉത്തരം നൽകേണ്ടവരാണ് പൊന്നുമക്കളെ. അത് നമ്മുടെ ദൗത്യമാണ്, ഉത്തരവാദിത്വമാണ് എന്ന് ആ മക്കളുടെ ഇളം മനസ്സുകളിലേക്ക് ആ നന്മയെ ഇളം മനസ്സിൽ തന്നെ പകർന്നു നൽകിയ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ആ ജീവിതത്തിൽ ഒരുപാട് പഠിക്കാനുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കുട്ടികളോടും അങ്ങനെ തന്നെയാണല്ലോ. തൻ്റെ പേരമക്കളോട് എന്ന് മാത്രമല്ല, തൻ്റെ മക്കളോട് എന്ന് മാത്രമല്ല, ഫാത്തിമ റളിയല്ലാഹു അൻഹയെ കുറിച്ച് പറഞ്ഞ വർത്തമാനങ്ങളെല്ലാം ചരിത്രത്തിൽ നമുക്ക് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, എനിക്കിഷ്ടമാണ് എൻ്റെ മോളെ ഫാത്തിമയെ, എൻ്റെ കരളിൻ്റെ കഷ്ണമാണ് അവൾ, ഞാൻ നടക്കുന്നത് പോലെയാണ് അവളുടെ നടത്തം പോലും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ എത്രമേൽ പ്രിയപ്പെട്ടവളായിരുന്നു മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വർത്തമാനമുണ്ട്. ഒരു സ്വഹീഹായ ഹദീസ് എന്നൊന്നും പറയാൻ കഴിയില്ല, ഒരു സംഭവമായി മാത്രം അതിനെ കണ്ടാൽ മതി. അലി റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഫാത്തിമ ബീവിയോട് പറഞ്ഞു, ഫാത്തിമ, നീ ചിരിക്കുമ്പോൾ എനിക്ക് ഇരട്ടി സന്തോഷമാണ്, ഇരട്ടി മധുരമാണ്. എന്ത് എന്ന് ചോദിച്ചാൽ, നീ ചിരിക്കുന്ന സമയത്ത് നീ സന്തോഷവതിയാണ് എന്നതാണ് എന്നെ സന്തോഷിപ്പിക്കുന്ന എനിക്കുള്ള മധുരം. നീ സന്തോഷവതിയായതുകൊണ്ടാണല്ലോ നീ ചിരിക്കുന്നത്, അത് എനിക്ക് ഏറെ സന്തോഷം നൽകുന്ന ഒന്നാണ്, എനിക്ക് മധുരിതമായ അനുഭവമാണത്. രണ്ടാമത്, നീ ചിരിക്കുമ്പോൾ നിന്റെ ചിരി എൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചിരി പോലെയാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിക്കുന്ന സ്റ്റൈലിലാണ് നിന്റെ ചിരി. അത് കാണുമ്പോൾ എനിക്ക് എൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓർമ്മ വരും. പ്രവാചകൻ ചിരിക്കുന്ന ചിരിയാണ് നീ ചിരിക്കാറ്, അത് എന്നെ ഏറെ സന്തോഷിപ്പിക്കുന്നുണ്ട് ഫാത്തിമ എന്നൊരു സംഭവം അലി റളിയല്ലാഹു അൻഹുവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ സിഹത്തിലേക്കും ഒന്നതിലേക്കും അല്ല നമ്മൾ പോകുന്നത്, മറിച്ച് ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തിൻ്റെ ആഴത്തെ, അതിൻ്റെ നന്മയെ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് ചുരുക്കം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പേരമക്കളെ മാത്രമല്ല, മദീനയിലെ കുട്ടികളെ പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെയാണല്ലോ ചേർത്ത് കൊണ്ട് നടന്നത്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കുട്ടികൾ കളിക്കുന്ന ഇടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങോട്ട് സലാം പറയുമായിരുന്നു. കുട്ടികൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടാൽ കുട്ടികളെ റസൂലുള്ളാഹിന്റെ ചുറ്റും അവർ വന്നുകൂടും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി അവർ ചേർന്ന് നിൽക്കും. പ്രവാചകൻ ഇരിക്കുകയാണെങ്കിൽ പ്രവാചകന്റെ കാലിന്റെ മുകളിൽ തുടയിൽ അവർ കയറിയിരിക്കും. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താടിയിൽ അവർ തലോടും. തൻ്റെ ചുറ്റും നിൽക്കുന്ന മക്കളുടെ ശിരസ്സുകളിൽ പ്രവാചകൻ സ്നേഹലാളനയോടെ തലോടി അവരെ ചേർത്ത് പിടിക്കും. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറെ പ്രിയപ്പെട്ടവരായിരുന്നു മക്കൾ. അതെ, ഏറെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവരെ ചേർത്ത് പിടിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ നന്മകൾ പകർന്നു നൽകുന്നതിൽ, തിന്മകളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുന്നതിൽ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. എന്നാൽ ഇന്ന് നോക്കി, സങ്കട കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്രയെത്ര വല്ലാത്ത സങ്കടമുണ്ടാക്കുന്ന വർത്തമാനങ്ങളാണ് പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടും കേട്ടും കൊണ്ടിരിക്കുന്നത്. എന്തേ? കുട്ടികൾ മൊബൈൽ അഡിക്ഷന് വിധേയമാകുന്നു. മൊബൈലില്ലാതെ കുട്ടികൾക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥകൾ ഉണ്ടാകുന്നു. പലപ്പോഴും കുട്ടികൾ ഗെയിം കളിച്ച് അവൻ്റെ മാനസിക നില തെറ്റുന്ന അവസ്ഥകളിലേക്ക് വരെ കാര്യങ്ങൾ എത്തുന്നു. ഗെയിമും അതേപോലെ തന്നെ ചില പ്രത്യേക കാർട്ടൂണുകളും വീഡിയോസുകളും കണ്ട് അതില്ലാതെ, അത് കാണാതെ, മൊബൈലൊന്നും നോക്കാതെ ഒരല്പസമയം പോലും മാറി നിൽക്കാൻ പറ്റാത്ത തലത്തിൽ മൊബൈൽ അഡിക്ഷൻ, അല്ലെങ്കിൽ ഇത്തരം ഗെയിം അഡിക്ഷന്, ഇത്തരത്തിലുള്ള കാർട്ടൂൺ അഡിക്ഷന് നമ്മുടെ കുട്ടികൾ വിധേയമായി കൊണ്ടിരിക്കുന്ന വല്ലാത്ത കാഴ്ചകൾ നമ്മൾ കാണുന്നു. അങ്ങനെ ചെറുപ്രായത്തിലുള്ള 5, 6, 7 വയസ്സുള്ള 100 കണക്കിന് മക്കളാണ് ഇന്ന് മനഃശാസ്ത്ര രോഗവിദഗ്ധന്മാരുടെ ചികിത്സയ്ക്ക് വിധേയമായി കൊണ്ടിരിക്കുന്നത്. അവരെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുക്കാൻ വേണ്ടി തീവ്ര ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ രംഗത്തെ വിദഗ്ധരായ ഡോക്ടർമാർ. ഈ മക്കളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുക്കാൻ എന്തു പറ്റി നമ്മുടെ കുട്ടികൾക്ക്? വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ കേൾക്കാൻ ഇന്നത്തെ നമ്മുടെ കുട്ടികൾക്ക് നേരമില്ല. അള്ളാഹുവിന്റെ വരികൾ പഠിക്കാൻ ഇന്നത്തെ കുട്ടികൾ സമയം കണ്ടെത്തുന്നില്ല. അല്ലെങ്കിൽ അവരെ അതിലേക്ക് വഴി നടത്താനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്നില്ല. എന്നിട്ട് നമ്മൾ കുട്ടികൾ കരഞ്ഞാൽ, അല്ലെങ്കിൽ അടുക്കള പണി സുഗമമായി നടക്കാൻ വേണ്ടി നമ്മൾ കുട്ടികളുടെ കയ്യിൽ ടാബും ലാപ്ടോപ്പും കൊടുക്കുന്നു, അല്ലെങ്കിൽ മൊബൈൽ കൊടുക്കുന്നു. കുട്ടികളുടെ ശല്യം ഒഴിവാക്കാൻ വേണ്ടി ഇവരുടെ കയ്യിൽ ഇതേണ്ട കൊടുത്ത് അവരെന്ത് ആയിക്കോട്ടെ എന്ന് കരുതുന്നു. എന്നാൽ കുട്ടികൾ ഈ റീൽസുകൾ വല്ലാതെ കാണുന്നു. നമ്മൾ കരുതുന്ന റീൽസ് കണ്ടപ്പോൾ എന്താ പ്രശ്നമെന്നാണ്. റീൽസ് ഒരു 15 സെക്കൻഡിന്റെ റീൽസ്, 30 സെക്കൻഡിന്റെ റീൽസ്, അല്ലെങ്കിൽ 40 സെക്കൻഡിന്റെ റീൽസ്. ഒരു റീൽസ് കുട്ടികൾക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന ഒരു റീലായിരിക്കും ഉണ്ടാവുക. അങ്ങനെ കുട്ടിയുടെ ശരീരത്തിൽ ഈ സന്തോഷ കാഴ്ചകൾ കണ്ട് അവൻ്റെ ശരീരത്തിലെ തലച്ചോറും അതിനനുസരിച്ചുള്ള പ്രതികരണത്തോട് ആ സന്തോഷത്തിൻ്റെ ഒരു വല്ലാത്ത വൈകാരികതയിലേക്ക് അവൻ്റെ മനസ്സും ശരീരവും വരികയാണ്. തൊട്ടടുത്ത റീൽസ്, ഒരു 30 സെക്കൻഡിന് ശേഷമുള്ള അടുത്ത റീൽ, ജസ്റ്റ് ഒന്ന് വിരലുകൊണ്ടൊന്ന് നീക്കുമ്പോഴേക്കും അടുത്തത് അവൻ കാണുന്നത് ഭയങ്കര സങ്കടപ്പെടുത്തുന്ന, ഭയങ്കര വേദനിപ്പിക്കുന്ന ചില കാഴ്ചകളും റീലുകളാണ് അതിലുള്ളതിൻ്റെ ആശയം. അത്രയധികം സന്തോഷത്തിൽ നിന്ന കുട്ടി പെട്ടെന്ന് അവൻ്റെ മനസ്സും അവൻ്റെ തലച്ചോറും ചിന്തയും പെട്ടെന്ന് തന്നെ വല്ലാതെ ഇമോഷണൽ ആകുന്നു, വല്ലാതെ സങ്കടത്തിലേക്കും വേദനയിലേക്കും പോകുന്നു. പിന്നെ മൂന്നാമത്തെ റീൽ വരുന്നത്, അതെ, അവനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് അവന് ദേഷ്യമുണ്ടാക്കുന്ന തലത്തിലുള്ള മറ്റൊരു റീലാണ് അവൻ കാണുന്നത്. അടുത്തത് കാണുന്നത് ഒരു സന്തോഷമോ ഒരു സങ്കടമോ ഒരു ദേഷ്യമോ ഒന്നുമില്ലാത്തൊരു കേവലം എന്തോ ഒന്ന് കാണുന്നു. ഏതാനും സെക്കൻഡുകൾക്കകം ഇവന്റെ ഇമോഷണൽ അവസ്ഥകളെ, അത് സന്തോഷത്തിലേക്കും ദുഃഖത്തിലേക്കും ദേഷ്യത്തിലേക്കും സന്താപത്തിലേക്കും ഒരുതരം നിഷ്ക്രിയത്തിലേക്കും എല്ലാം തട്ടിത്തെറിപ്പിച്ചു കൊണ്ടുപോകുന്ന ആ ഒരു മാനസികാവസ്ഥയിലേക്ക് അവനെ കൊണ്ടെത്തിക്കുന്ന, ഒന്നിനും ക്ഷമയോടെ എന്തെങ്കിലും ഒന്ന് കാണാനോ ക്ഷമയോടെ എന്തെങ്കിലും ഒന്ന് കേൾക്കാനോ കഴിയാത്തവണ്ണമുള്ള ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലേക്ക് ഇന്നത്തെ പുതിയ കുട്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നു എന്ന ഞെട്ടിപ്പിക്കുന്ന വർത്തമാനങ്ങൾക്ക് മുന്നിലാണ് നമ്മളുള്ളത്.
റീൽസ് അല്ലേ എന്ന് പറഞ്ഞ് നിസ്സാരമായി കാണുമ്പോൾ ഇത്തരം വലിയ അവസ്ഥാവിശേഷങ്ങളിലേക്ക് നമ്മൾ കുട്ടികൾ പോകുന്നുണ്ട്, അവരെ നമ്മൾ തള്ളിവിടുന്നുണ്ട് എന്ന ബോധപൂർവമായ തിരിച്ചറിവ് സഹോദരങ്ങളെ നമുക്കുണ്ടാകേണ്ടതുണ്ട്. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഇന്നത്തെ കുട്ടികളിൽ കണ്ടുവരുന്ന ലഹരി ഉപയോഗങ്ങൾ, പണ്ടൊക്കെ നമ്മൾ കേൾവിയില്ലാത്ത തരത്തിലുള്ള ലഹരികളാണ് ഇന്നത്തെ പുതിയ തലമുറ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത് പത്രമാധ്യമങ്ങളിൽ കണ്ടു, അതെ, ഒരു പ്രത്യേക ഇനത്തിൽപ്പെട്ട പാമ്പിനെ കൊണ്ട് നാവിൻ്റെ അറ്റത്ത് കൊത്തിപ്പിക്കുന്ന ഒരു പ്രത്യേകതരം ലഹരി. അതൊരു കൊത്ത് കിട്ടിക്കഴിഞ്ഞാൽ 2-3 ദിവസം ഒരു വല്ലാത്ത അവസ്ഥയിൽ ജീവച്ഛവമായി കിടക്കും മനുഷ്യൻ. പിന്നെ അടുത്തൊന്ന് കിട്ടാൻ വേണ്ടി അവൻ്റെ ശരീരം വെമ്പും, അവൻ്റെ മനസ്സാഗ്രഹിക്കും, അതിനുവേണ്ടി എന്തു കൊടുക്കാൻ അവൻ തയ്യാറാകും. അങ്ങനെയുള്ള യുവാക്കളെ ലക്ഷ്യമിട്ടുകൊണ്ട് വമ്പൻ റാക്കറ്റുകൾ നമുക്ക് ചുറ്റും പ്രവർത്തിക്കുന്നുണ്ട്. രണ്ടാമത്തെ ഒരു കൊത്ത് കിട്ടാൻ വേണ്ടി 20,000-ഉം 25,000-ഉം കൊടുക്കാൻ തയ്യാറാകുന്നു. പണം കിട്ടാതെ വരുമ്പോൾ സ്വന്തം ഉമ്മാന്റെ കഴുത്തിലെ ആഭരണം കവർന്നെടുക്കുന്നു. പണം ലഭിക്കാതെ വരുമ്പോൾ സ്വന്തം പിതാവിനെ കൊന്ന് ഉപ്പാന്റെ അലമാറയിൽ നിന്ന് പണം അടിച്ചു മാറ്റുന്നു. ഈ അടുത്ത് ഒരു മദ്യപാനി വീട്ടിലേക്ക് കടന്നു വന്ന് തൻ്റെ ഭാര്യ പ്രസവിച്ചു കിടക്കുകയാണ്. 3 ദിവസം മാത്രം പ്രായമുള്ള ചെറിയ ചോരപ്പൈതൽ വീട്ടിലേക്ക് ലഹരി ഉപയോഗിച്ച് കടന്നു വന്ന ഈ വീട്ടുടമ ആ ചെറിയ കുഞ്ഞിൻ്റെ 3 ദിവസം പ്രായമായ കുഞ്ഞിൻ്റെ കാല് പിടിച്ച് ആ കുഞ്ഞിൻ്റെ തല ചുമരിൽ അടിച്ചു കൊന്നു. നിങ്ങൾ നോക്കി. എന്നിട്ട് പിറ്റേന്ന് ഈ ലഹരിയെല്ലാം തന്നെ അതിൻ്റെ കെട്ടൊക്കെ പോയപ്പോ എന്നിട്ട് അയാൾ തലയിൽ കൈവച്ച് കരയ. എന്തു ദുരന്തമാണിത്, എന്തു ദുരന്തമാണിത്! ലഹരി ഉണ്ടാക്കുന്ന വലിയ ദുരന്തത്തിന്റെ ഒരു വല്ലാത്ത ചിത്രം നമ്മുടെ കൺമുന്നിലുണ്ട്. ഇന്നലെ വരെ നമുക്ക് കേൾവിയില്ലാത്ത പല കേൾവികളും, പല ലഹരി വസ്തുക്കളും, MDMA അടക്കം, ഹെറോയിൻ അടക്കമുള്ള പലതും ഇന്ന് കുട്ടികൾ ഉപയോഗിക്കുകയും, എന്തിനേറെ പെട്ടെന്ന് പോലീസുകാരുടെ കയ്യിലുള്ള ഈ കേവലം മദ്യപിച്ചാൽ ഉപയോഗിച്ചാൽ ഊതിക്കഴിഞ്ഞാൽ അത് ഡിറ്റക്ട് ചെയ്യുന്ന ഒരു ബീപ് സൗണ്ട് പോലും കിട്ടാത്ത തരത്തിലുള്ള മാരകമായ ലഹരി വസ്തുക്കൾ ഇന്നത്തെ പുതിയ തലമുറ ഉപയോഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ തലമുറയെയാണ്, നമ്മുടെ മക്കളെയാണ്. ദുരന്തത്തിലേക്ക് പോകുന്ന നമ്മുടെ കുട്ടികളാണ്, നമ്മുടെ യുവതലമുറയാണ്. നമ്മൾ മരിച്ചാൽ നമ്മുടെ മയ്യത്തിന്റെ അടുക്കൽ വന്ന് നെഞ്ചത്തെ തക്ബീർ കെട്ടി അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു എന്ന് പ്രാർത്ഥിക്കേണ്ട നമ്മുടെ കുട്ടികളെയാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. നമ്മൾ തളർന്നു വീണാൽ, നമുക്ക് പ്രായമായാൽ നമുക്ക് താങ്ങാകേണ്ട, തണലാകേണ്ട നമ്മുടെ കുട്ടികളെയാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. നമ്മൾ രോഗം വന്ന് തളർന്നു കിടക്കുമ്പോൾ ഉമ്മാനെ കോരി വാരിയെടുക്കേണ്ട മക്കളെയാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. സമൂഹത്തിൽ ആവശ്യത്തിൽ ഇടപെടേണ്ട ഘട്ടങ്ങളിൽ ഒരർത്ഥത്തിൽ നിഷ്ക്രിയരായി, ലഹരിക്ക് വിധേയരായി, ഓവുചാലുകളിൽ, കടത്തിണ്ണകളിൽ, റോഡ് സൈഡുകളിൽ ബോധമില്ലാതെ തളർന്ന് ദുരന്തക്കയത്തിലേക്ക് പോകുന്ന ഒരു വലിയ ചിത്രത്തിലേക്ക് നമ്മുടെ യുവാക്കൾ പോകുന്നതെങ്കിൽ അത് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന വലിയ നഷ്ടമാണ്, വലിയ നഷ്ടമാണ്. നമ്മുടെ പള്ളികളിൽ ഇന്ന് യുവാക്കൾ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. പള്ളിയിലേക്ക് വരാൻ കുട്ടികൾക്ക് താല്പര്യം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ജുമാക്ക് പോലും കടന്നു വരുന്നത് 1:25-നാണ് നിസ്കാരം തുടങ്ങുന്നതെങ്കിൽ 1:20-നോ 23-നോ മാത്രം പള്ളിയിലേക്ക് കയറി വരുന്ന സ്ഥിതിവിശേഷങ്ങൾ ഉണ്ടാകുന്നു. ഖുത്ബ കേൾക്കാൻ അവർക്ക് താല്പര്യമില്ല. എന്നാൽ പള്ളിയുടെ തൊട്ടപ്പുറത്തെ ജംഗ്ഷനിലും കവലയിലും മൊബൈലിൽ ഒരുപാട് റീൽസുകളും മറ്റും കാണാനും ചാറ്റ് ചെയ്യാനും ഒക്കെ അവർക്ക് നേരമുണ്ട്. നമ്മുടെ കുട്ടികളെ നമുക്ക് തിരിച്ചു വേണം, നമ്മുടെ മക്കളെ നമുക്ക് തിരിച്ചു വേണം. മുസ്ലിം ഉമ്മക്ക് ഇസ്സത്ത് ഉണ്ടാവുക നമ്മുടെ കുട്ടികൾ പള്ളിയുമായി ബന്ധപ്പെടുമ്പോഴാണ്. മുസ്ലിം ഉമ്മക്ക് ഇസ്സത്ത് ഉണ്ടാവുക നമ്മുടെ കുട്ടികൾ അവരുടെ കൈകളിൽ ഖുർആൻ മുറുകെ പിടിക്കുമ്പോഴാണ്. നമ്മുടെ കുട്ടികൾക്ക് ഇസ്സത്ത് ഉണ്ടാവുക മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഹൃദയങ്ങളിൽ പ്രിയപ്പെട്ടതാകുമ്പോഴാണ്. നമ്മുടെ ഉമ്മത്തിന്, മുസ്ലിം ഉമ്മത്തിന് ഇസ്സത്ത് ഉണ്ടാവുക. ഖുർആനിൽ നിന്ന്, മുഹമ്മദ് റസൂലുള്ളാഹിയിൽ നിന്ന്, ഹദീസിൽ നിന്ന്, മുസ്ലിം ഉമ്മയിൽ നിന്ന്, നമ്മുടെ പള്ളികളിൽ നിന്ന്, നമ്മുടെ മദ്രസകളിൽ നിന്ന് നമ്മുടെ കുട്ടികൾ അകന്നുപോയിക്കൂടാ. ഇന്നത്തെ പുതിയ ലിബറൽ ചിന്തകൾ നമ്മുടെ കുട്ടികളെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്നു. ഈ അടുത്തൊരു ഉമ്മ വിളിച്ചു, കണ്ണൂരിൽ നിന്നാണ് ആ ഉമ്മ വിളിച്ചത്. ഉമ്മ വല്ലാതെ കരയുന്നു. പിന്നെ ആ ഉമ്മ പറഞ്ഞു, എൻ്റെ കുട്ടി നല്ല മോനാണ്, നന്നായി ഖുർആൻ ഓതുന്ന കുട്ടിയാണ് എൻ്റെ മകൻ, റമദാനിൽ കൃത്യമായി നോമ്പെടുക്കുന്നവനാണ് എൻ്റെ കുട്ടി, തഹജ്ജുദ് നമസ്കരിക്കുന്നവൻ വരെയാണ് എൻ്റെ കുട്ടി, അദ്കാറുകളെല്ലാം കൃത്യമായി ചൊല്ലുന്നവനാണ് എൻ്റെ കുട്ടി. പക്ഷേ അവൻ ഹയർ സ്റ്റഡീസിന് ഇന്നൊരു സ്ഥലത്ത് പോയതിനു ശേഷം, അവൻ ഒരു കൊല്ലം കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വന്നപ്പോൾ അവൻ പഴയ പോലെ നിസ്കരിക്കുന്നില്ല. ഖുർആൻ ഓതാൻ പറയുമ്പോൾ അവന് താല്പര്യം കാണുന്നില്ല. പള്ളിക്ക് വിളിച്ചുണർത്തുമ്പോൾ അവൻ എണീക്കണില്ല. പിന്നെയും പലവട്ടം നിർബന്ധിച്ചപ്പോൾ അവൻ പറഞ്ഞു, അതിലൊന്നും കാര്യമില്ലമ്മ, എന്തിനാ നിസ്കരിക്കണേ? നിസ്കരിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല. എന്തിനാ നോമ്പെടുക്കണേ? അതിലൊന്നും വലിയ കാര്യമില്ല. ഓ, വെറുതെ ഖുർആൻ ഓതിയിട്ട് സമയം കളയൊന്നും വേണ്ട എന്നും പറയുന്നു എൻ്റെ കുട്ടി.
ആ ഉമ്മ സങ്കടം കൊണ്ട് വല്ലാതെ വിതുമ്പി പറയുകയാണ്, നിസ്കരിക്കാതെ എങ്ങാനും എൻ്റെ കുട്ടി മരിച്ചു പോയാൽ, നിസ്കാരമില്ലാത്തവനായി എൻ്റെ കുട്ടി മരിച്ചു പോയാൽ എൻ്റെ കുട്ടി നരകത്തിന്റെ വിറകാകുമല്ലോ, സഹിക്കാനാവണില്ല എനിക്ക്. എൻ്റെ കുട്ടിയുടെ വിശുദ്ധ ഖുർആന്റെ പാരായണം ഇനിയും കേൾക്കണമെന്നാണ് എനിക്ക് ആഗ്രഹം. അത്ര വശ്യമായി ഓതുന്നവനാണ് എൻ്റെ കുട്ടി. എൻ്റെ കുട്ടി ഖുർആൻ ഓതുന്നത് ഇനിയും എനിക്ക് കേൾക്കണം മരിക്കും മുമ്പ്. എൻ്റെ മകൻ നിസ്കരിക്കുന്നത് നിറകണ്ണുകളോടെ എനിക്ക് കാണണം. എന്തു വേണം ഞാൻ? അവനൊന്ന് കാണുമോ, ഒന്ന് സംസാരിക്കുമോ? എൻ്റെ കുട്ടിയെ എനിക്ക് തിരിച്ചു വേണം എന്ന് പറയുന്ന ഉമ്മാന്റെ സങ്കടപ്പെടുത്തുന്ന വരികൾ, വർത്തമാനങ്ങൾ നമ്മുടെ കാതുകളിലുണ്ട്, നമ്മുടെ മുന്നിലുണ്ട്. എന്തു പറ്റി നമ്മുടെ മക്കൾക്ക്? എന്തു പറ്റി നമ്മുടെ കുട്ടികൾക്ക്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി ഹൃദയത്തിൽ ആഴത്തിൽ നമ്മൾ പകർന്നു നൽകേണ്ടതുണ്ട്. നമ്മുടെ കുട്ടികൾ ദീൻ ആഴത്തിൽ പഠിക്കേണ്ടതുണ്ട്. ശരിയാവണ്ണം ദീൻ പഠിക്കാതെ സോഷ്യൽ മീഡിയയിൽ കയറി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഈ പറയുന്ന നിരീശ്വര നിർമ്മതവാദികളുടെ, അവർക്ക് തന്നെ ദീനിൽ യാതൊരു അന്തവുമില്ല, യാതൊരു കുന്തവുമില്ല. അവര് പടച്ചുവിടുന്ന ഇത്തരം വർത്തമാനങ്ങൾ, ടെക്സ്റ്റുകൾ, അവരുടെ പ്രഭാഷണങ്ങൾ, ആളുകൾക്കിടയിൽ വസ്വാസ് ഉണ്ടാക്കുന്ന വർത്തമാനങ്ങൾ, അതിൽ പലപ്പോഴും ഈ ദീൻ ശരിയാവണ്ണം പഠിക്കാത്ത, പഠിക്കാൻ ശ്രമിക്കാത്ത, അറിയാത്ത ഈ ചെറിയ ചെറിയ ചെറുപ്പക്കാരും പെൺകുട്ടികളും അതിൽ അറിയാതെ പെട്ടുപോകുന്നു. അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള വഴിമാർഗം അവരെ ആഴത്തിൽ ദീൻ പഠിപ്പിക്കുക എന്നതാണ്. അവർ ഉന്നയിക്കുന്ന വിമർശനങ്ങൾക്ക്, ചോദ്യങ്ങൾക്ക് വസ്തുനിഷ്ഠമായ ഉത്തരം പകർന്നു നൽകുക എന്നതാണ്. മുസ്ലിം ലോകത്തെ പണ്ഡിതന്മാരും ഇസ്ലാമിക ലോകത്തെ സംഘങ്ങളും സംഘടനകളും അതേ എക്കാലഘട്ടത്തിലുമുള്ള ഇസ്ലാം വിമർശകരുടെ ചോദ്യങ്ങൾക്കും വിമർശനങ്ങൾക്കും അച്ചിട്ട് അക്കമിട്ട് എത്ര വട്ടം മറുപടി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. പഴയ വീഞ്ഞു പുതിയ കുപ്പിയിലാക്കി അവതരിപ്പിക്കുകയാണ് ഈ പറയുന്ന വമ്പൻ ബുദ്ധിജീവികൾ എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ സ്വയം അവരോധിക്കുന്ന ഇത്തരം യുക്തിവാദി നിരീശ്വരവാദ കൂട്ടങ്ങൾ. യാതൊരു വിവരവുമില്ലാത്തവർ, മതത്തിലും യാതൊരു വിവരവുമില്ല, ശാസ്ത്രത്തിലും യാതൊരു വിവരവുമില്ല, മതബോധവുമില്ല, ശാസ്ത്രബോധവുമില്ല. എന്താണ് ആകെയുള്ള അവരുടെ കയ്യിലുള്ള മുതല് എന്ന് പറഞ്ഞാൽ വിവരക്കേട്, ജഹാലത്ത് എന്ന് മാത്രം. ആ ജഹാലത്തിൽ നമ്മൾ വളർത്തിയ നമ്മുടെ മക്കൾ പെട്ടുപോവുക എന്നത് എത്രമേൽ സങ്കടകരമാണ്. അതുകൊണ്ട് ശിർക്ക് ചെയ്യുന്ന ദുരന്തത്തിലേക്ക് നമ്മുടെ മക്കൾ പോയിക്കൂടാ, കുഫറിലേക്ക് നമ്മുടെ മക്കൾ പോയിക്കൂടാ. അതേപോലെ തന്നെ നിരീശ്വര നിർമ്മതവാദ ചിന്തകളിലേക്ക് നമ്മുടെ കുട്ടികൾ പോയിക്കൂടാ. ലിബറൽ അതേപോലെയുള്ള ചിന്തകളിലേക്ക്, ലിബറലിസം പോലുള്ള വികലവികൃത ചിന്തകളിലേക്ക് നമ്മുടെ കുട്ടികൾ പോയിക്കൂടാ. മറിച്ച് ഇസ്സത്തുള്ളവരായി നമ്മുടെ മക്കൾ തലയുയർത്തി നിൽക്കണം. വലതുൻ സ്വാലിഹും യദ്ഉ ലഹു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ? നമ്മൾ മരിച്ചാലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹീങ്ങളായ മക്കളുടെ പ്രാർത്ഥന അത് അല്ലാഹുവിന്റെ മുന്നിൽ പരിഗണനീയമാണ്. അങ്ങനെ നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കി വളർത്തിയെടുക്കുവാനുള്ള ആഴത്തിലുള്ള ബോധപൂർവമായ പരിശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. അത്തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകണം. നമ്മുടെ മക്കളെ നമ്മൾ കൂട്ടിച്ചേർത്ത് കൊണ്ടു നടക്കണമെന്ന് ചുരുക്കം. ഈ അടുത്ത് നമ്മുടെ ഒരു സഹോദരൻ നമ്മിൽ നിന്ന് വിട പറഞ്ഞു. അദ്ദേഹം സുബഹിക്ക് പള്ളിക്ക് വരുമ്പോൾ അദ്ദേഹം തൻ്റെ മകനെയും കൂട്ടിയിട്ടാണ് പള്ളിയിലേക്ക് കടന്നു വരാറ്. എന്നും അദ്ദേഹം പള്ളിയിലേക്ക് നടന്നു വരുമ്പോൾ അദ്ദേഹത്തിന്റെ വിരൽ പിടിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മകനും പള്ളിയിലേക്ക് നടന്നു വരിക. സുബഹി നമസ്കാരത്തിന്, സുബഹി ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് അദ്ദേഹം എഴുന്നേറ്റ് തഹജ്ജുദ് നമസ്കരിച്ച്, സുബഹിന്റെ സുന്നത്ത് നമസ്കരിച്ച് അദ്ദേഹം തൻ്റെ വീട്ടിൽ കട്ടിലയിൽ അതിൻ്റെ കോർണറിൽ ഇങ്ങനെ ചാരിയിരിക്കും, മോൻ്റെ വരവും കാത്ത്. അപ്പോഴേക്കും ഉമ്മ മോനെ വിളിച്ച് ഉണർത്തിയിട്ടുണ്ടാവും. അവൻ ഒതുവെടുത്ത് സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് അവൻ ഉപ്പാൻ്റെ അടുത്തേക്ക് വരും. അങ്ങനെ ഉപ്പയും അവനും കൂടെ നേരെ പള്ളിയിലേക്ക് ജമാഅത്തിനെത്തും. ഇതാണ് അവരുടെ ഒരു ദിവസത്തെ ഒരു റൊട്ടീൻ, ഒരു സംവിധാനം. അങ്ങനെ ഒരു ദിവസം രാവിലെ മോൻ എണീച്ചു, ഉപ്പയും എണീച്ചു. അദ്ദേഹത്തിന് നിസ്കാരം കഴിഞ്ഞ് മോനെ കാത്തിരിക്കുകയാണ്, കട്ടിലിൽ ഇങ്ങനെ ചാരിയിരിക്കുകയാണ്. ആ സമയത്താണ് മോനും സുബഹിക്ക് മുമ്പുള്ള റവാത്തിബ് സുന്നത്ത് നിസ്കരിച്ച് ഉപ്പാൻ്റെ അടുത്ത് വന്നു. ഉപ്പാനെ വിളിച്ചു, ഉപ്പാ പോവാ, റെഡി? ഞാൻ പോയി, റെഡിയാണ്, പോവാ. ഉപ്പാനങ്ങനല്ല. പിന്നെയും ഉപ്പാനെ കുലിക്ക് വിളിച്ചു. ഉപ്പ ഒന്നും പറയണില്ല. അവൻ എന്തോ ഒരു പന്തികേട് തോന്നിയപ്പോൾ അവർ പെട്ടെന്ന് അവൻ ഉമ്മാനെ വിളിച്ചു. ഉമ്മ ഓടി വന്നു. ഉമ്മ വിളിച്ചു, അദ്ദേഹം ഉത്തരം പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ കൈകളിൽ ചേർത്ത് വെച്ചപ്പോൾ ആ ശരീരം വല്ലാതെ തണുത്തുറച്ചു പോയിരിക്കുന്നു. തണുപ്പ് ബാധിച്ചിരിക്കുന്നു ആ ശരീരത്തിന്. അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം അദ്ദേഹം നൽകി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ അന്ന് സുബഹി നമസ്കാരത്തിന് ആ മകൻ 1-ാമത്തെ സഫിൽ ഉണ്ട്. അവൻ ഇന്നലെ വരെ ഉപ്പാന്റെ കൈ പിടിച്ച് സുബഹിയിൽ 1-ാമത്തെ സഫിലെത്തിയ മകൻ ഇന്ന് ഉപ്പല്ല, പക്ഷെ ഉപ്പ നടത്തിയ വഴിയിലൂടെ അവൻ നടന്നു വന്ന് 1-ാമത്തെ സഫിൽ അള്ളാഹുവിന്റെ മുന്നിൽ അവൻ സുജൂദ് ചെയ്യുമ്പോൾ അവൻ അറിയാം ഇന്നു മുതൽ അവന്റെ കൂടെ ഒപ്പല്ല,
നാളെ മുതൽ ഉപ്പയുണ്ടാവില്ല എന്ന് അവൻ നിറകണ്ണുകളോടെ പടച്ചറപ്പിന്റെ മുന്നിൽ സുജൂദ് ചെയ്ത് നടത്തുന്ന ഒരു പ്രാർത്ഥന മതിയാകും ഒരു പക്ഷെ ഒരു ഉപ്പ എന്ന നിലയിൽ നമുക്ക് ഈ ദുനിയാവിൽ കിട്ടാവുന്ന വലിയ സൗഭാഗ്യങ്ങളിലൊന്നും. അതുകൊണ്ട് നമ്മൾ മരിച്ചാലും നമ്മൾ ഖബറിലാണെങ്കിലും നമ്മുടെ ശരീരം മണ്ണോട് മണ്ണ് ചേർന്നാലും നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ അത് നമുക്ക് നമ്മുടെ ബർസഖിയായ ലോകത്ത് ഈ ലോകത്ത് വെച്ച് കിട്ടാവുന്ന മക്കളിലൂടെ കിട്ടാവുന്ന വലിയ സൗഭാഗ്യമാണ്. വെറുതെയല്ല അല്ലാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, നമുക്ക് വേണ്ടി ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹീങ്ങളായ സന്തതികളുടെ പ്രാർത്ഥന അത് അള്ളാഹുവിൻ്റെ മുന്നിൽ മുന്തിയ പരിഗണന അതിനുണ്ട് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ നിർത്തുകയാണ്. നമ്മുടെ ഉപ്പാനോട് ഉമ്മാനോട് നമ്മൾ എങ്ങനെയാണോ പെരുമാറുന്നത് എന്ന് നമ്മുടെ മക്കൾ കണ്ടുപഠിക്കുന്നുണ്ട്, നമ്മുടെ പേരപ്പക്കൾ അത് കണ്ടുപഠിക്കുന്നുണ്ട്. നമ്മളെ ഉപ്പാനോടും ഉമ്മാനോടും വല്ലുപ്പാനോടും വല്ലുമ്മാനോടും എങ്ങനെ സംസാരിക്കുന്നു, എങ്ങനെ പെരുമാറുന്നു, അവരെ കാണുമ്പോൾ നമ്മുടെ പ്രതികരണം എങ്ങനെയാണ്, ഇതെല്ലാം അവർ കാണുകയും പഠിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ എത്ര മര്യാദപൂർവമാണോ ഉപ്പയോടും ഉമ്മയോടും സംസാരിക്കുന്നത്, എത്രമേൽ മര്യാദ പൂർവ്വത്തോടുകൂടെയാണോ നമ്മുടെ ഗ്രാൻഡ് ഫാദറിനോട് ഗ്രാൻഡ് മദറിനോട് നമ്മൾ പെരുമാറുന്നത്, അത് അതേപോലെ നമ്മുടെ മകനും മകളും കണ്ടുപഠിക്കും. നമ്മുടെ പേരമക്കൾ നമ്മിൽ നിന്ന് കണ്ടുപഠിക്കും. ആ നന്മയാകും, ആ മാതൃകയാകും തിരിച്ചവർ നമ്മളോടും ആ നന്മയിൽ പ്രതികരിക്കുക. വളരെ മോശം പെരുമാറ്റമാണ് നമ്മുടെ ഉപ്പയോടും ഉമ്മയോടും എങ്കിൽ, വളരെ മോശം പെരുമാറ്റമാണ് പ്രായമുള്ള വല്ലുമ്മമാരോടും വല്ലുപ്പമാരോടും നമ്മളുടേത് എങ്കിൽ, ഇതാണ് നമ്മുടെ മക്കളും പേരമക്കളും കണ്ടുപിടിക്കുക. അത് അതേ നാണയത്തിൽ ഒരുപക്ഷെ അതിനേക്കാൾ ഇരട്ടിയായിട്ടായിരിക്കും അവർ, അതിക്രൂരമായിട്ടായിരിക്കും ഒരുപക്ഷെ നമുക്ക് തിരിച്ചടിക്കുക, നമുക്ക് തിരിച്ചു തരിക എന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് നന്മയിൽ മാതൃകയാകാൻ നമുക്ക് കഴിയണം, നന്മയിൽ മുന്നിൽ നിൽക്കാൻ നമുക്ക് കഴിയണം, നല്ല ഉപ്പയാകാൻ കഴിയണം, നല്ല ഉമ്മയാകാൻ കഴിയണം, നല്ല മകനാകാൻ കഴിയണം, നല്ല മകളാകാൻ കഴിയണം, നല്ല പേരക്കുട്ടിയാകാൻ കഴിയണം, സർവോപരി നല്ലൊരു വിശ്വാസിയാകാൻ നമുക്ക് കഴിയണം. അതിനെല്ലാം നമുക്കുള്ള തികവുറ്റ മികവുറ്റ സമ്പൂർണ്ണ മാതൃക അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മാത്രമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മാത്രമാണ്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് അനുപമമായ മാതൃകയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉള്ളത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചത്. നല്ലൊരു ഉപ്പ എങ്ങനെയാകണമെന്ന് സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ചു തന്നു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ലൊരു വല്ലുപ്പ എങ്ങനെയാകണമെന്ന് ജീവിതത്തിലൂടെ കാണിച്ചു തന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ലൊരു മകൻ എങ്ങനെയാകണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിലൂടെ കാണിച്ചു തന്നു. നല്ലൊരു അയൽക്കാരൻ എങ്ങനെയാകണമെന്നും, നല്ലൊരു നേതാവ് എങ്ങനെയാകണമെന്നും, നല്ലൊരു സേനാ നായകൻ എങ്ങനെയാകണമെന്നും, നല്ലൊരു കൂട്ടുകാരൻ എങ്ങനെയാകണമെന്നും, നല്ലൊരു ഭർത്താവ് എങ്ങനെയാകണമെന്നും, നല്ലൊരു ഉപ്പ എങ്ങനെയാകണമെന്നും സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ചു തന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വെറുതെയല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞത്, വഇന്നക ലഅലാ ഖുലുഖിൻ അദീം, അത്യുത്തമ സ്വഭാവ ഗുണത്തിനുടമയാണ് താങ്കളെന്ന്. ലോകത്തെ സകല നന്മകളുടെയും സംഗമ കേന്ദ്രമാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സകല തിന്മകളിൽ നിന്നും മാറി നിന്നവനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തികവുറ്റ മികവുറ്റ സമ്പൂർണ്ണ മാതൃകയെ പഠിക്കുകയും പകർത്തുകയും നമ്മുടെ മക്കൾക്ക്, നമ്മുടെ പേരമക്കൾക്ക് അത് ഹൃദയത്തിലേക്ക് പകർന്നു നൽകുകയും ചെയ്യുക എന്ന വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട്. അത് നമ്മുടെ ബാധ്യതയാണ്. ആ ബാധ്യതാ നിർവഹണത്തിന്റെ ഭാഗമായി കൊണ്ടാണ് നമ്മുടെ മദ്രസ സംവിധാനങ്ങൾ, നമ്മുടെ അറബിക് കോളേജ് സംവിധാനങ്ങൾ. ഇവിടെ ഈ ദാറുൽ ഉലൂം വിമൻസ് അറബിക് കോളേജ് എന്ന് പറയുമ്പോൾ, അതെ, ഇന്ന് ഇവർ സഹോദരിമാരാണ്. അതെ, ഒരു വലിയ തലമുറ നിങ്ങളുടെ മടിയിൽ നിന്നാണ് വളർന്നു വരിക. ഒരു വലിയ തലമുറ നിങ്ങളുടെ മടിയിലൂടെയാണ് വളർന്നു വരിക. നിങ്ങൾ വളർത്തുന്ന നിങ്ങളുടെ മക്കൾ വളരെ ചെറുപ്രായത്തിൽ തന്നെ നമ്മളുടെ ഹൃദയങ്ങളിലേക്ക്, നമ്മുടെ കാതുകളിലേക്ക് നമ്മുടെ ഉമ്മയും നമ്മുടെ ഉപ്പയും നമ്മുടെ വല്ലുപ്പയും വല്ലുമ്മയും താരാട്ടുപാട്ടിലൂടെയും നമുക്ക് പകർന്നു നൽകിയത് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ശ്രേഷ്ഠമായ അഫ്ളൽ ദിക്റാണ്. പാട്ട് രൂപത്തിൽ പോലും വല്ലുപ്പയും വല്ലുമ്മയും അവരുടെ മടിയിൽ തൊട്ടിലിൽ കിടക്കുമ്പോൾ പോലും നമ്മുടെ കാതുകളിലേക്ക്, ഹൃദയങ്ങളിലേക്ക് പകർന്നു നൽകിയ മന്ത്രം ഈ വിശുദ്ധമായ തൗഹീദി മന്ത്രമാണ്. അത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ചെറുപ്പം മുതൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹിതമായ മന്ത്രം കേൾക്കാനുള്ള സൗഭാഗ്യം സാധ്യമായതിനാലാവാം ഒരു പക്ഷെ ഇപ്പോഴും ഈ തൗഹീദ് എന്ന മഹിതമായ ആദർശത്തെ ഹൃദയത്തോട് ചേർത്ത് വെക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു ഇന്നും നമുക്ക് നൽകുന്നത്.
ഇനിയും നമുക്കത് ലഭിക്കേണ്ടതുണ്ട്, നമ്മുടെ കുട്ടികൾക്ക് അത് ലഭിക്കേണ്ടതുണ്ട്. അടിച്ചു പൊളിച്ചൻ വെസ്റ്റേൺ മ്യൂസിക്കുകൾ ഇട്ട് തകർത്ത് നമ്മുടെ വളരുന്ന പുതിയ തലമുറയുടെ കാതുകളുടെ കർണപുടങ്ങളെ പുളകം കൊള്ളിക്കുന്നതിന് പകരം അള്ളാഹുവിന്റെ വിശുദ്ധ വരികൾ കേട്ടു പഠിക്കട്ടെ നമ്മുടെ മക്കൾ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അഫ്ദൽ ദിക്ർ കേട്ടു പഠിക്കട്ടെ നമ്മുടെ മക്കൾ. ചെറുപ്രായത്തിൽ ചെറിയ കുട്ടികൾക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രവും അമ്പിയാക്കളുടെ കഥകളും സഹാബി വര്യന്മാരുടെ പൂർവ്വസൂരികളായ സലഫുകളുടെ മാതൃകാ ചരിത്രവും നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ പകർന്നു കൊടുക്കുക, പഠിപ്പിച്ചു കൊടുക്കുക. കേട്ടു പഠിക്കട്ടെ ഇബ്രാഹിമി ചരിത്രം, കേട്ടു പഠിക്കട്ടെ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ചരിത്രം, കേട്ടു പഠിക്കട്ടെ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ചരിത്രം, കേട്ടു പഠിക്കട്ടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം. ഈമാനികമായി ഉണർവുള്ളവരാകട്ടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം കേട്ടിട്ട്, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിലൂടെ സ്ഥൈര്യമുള്ളവരാകട്ടെ നമ്മുടെ കുട്ടികൾ. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ ചരിത്രം കേട്ടിട്ട് അങ്ങേയറ്റം ആളുകൾക്കിടയിൽ ഔദാര്യപൂർണരായി വളരട്ടെ നമ്മുടെ കുട്ടികൾ. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം കേട്ട് സ്ഥൈര്യമുള്ള മക്കളായി വളരട്ടെ നമ്മുടെ കുട്ടികൾ. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം കേട്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ വാരിക്കൊടുക്കാനുള്ള മനസ്സുള്ള വിശാലമായ മനസ്സിന്റെ ഉടമയും അത്തരം ഒരു മനസ്സിലേക്ക് നമ്മുടെ മക്കൾ വളരട്ടെ, ഉയരട്ടെ. ഖദീജ റളിയല്ലാഹു അൻഹയുടെ ചരിത്രം കേട്ട് ഏതേതു പ്രതിസന്ധിയിലും കുടുംബത്തിന് താങ്ങായി തണലായി ഉറച്ചു നിന്ന ആ മാതൃകാ ഉമ്മയെ, മഹദിയെ കേട്ട് വളരട്ടെ നമ്മുടെ പെൺകുട്ടികൾ. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ചരിത്രം കേട്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ദീൻ പഠിച്ച് ലോകത്തിന്റെ മുന്നിൽ ദീൻ പകർന്നു നൽകി 2000-ലധികം ഹദീസുകൾ നിവേദനം ചെയ്ത ആ മാതൃകാ മഹദിയായ പണ്ഡിതയായ നമ്മുടെ ഉമ്മാന്റെ ചരിത്രം നമ്മുടെ പെൺകുട്ടികൾക്ക് പ്രചോദനമാകട്ടെ. യുദ്ധ രണഭൂമിയിൽ പോലും സ്ഥൈര്യമുള്ള നിലപാടുകളായി ജ്വലിച്ചു നിന്ന സഹാബാ വനിതകളുടെ ചരിത്രം പ്രതിസന്ധികളിൽ തളരാതെ മുറുകെ പിടിച്ചു നിൽക്കാൻ, ഉറച്ചു നിൽക്കാൻ നമ്മുടെ പെൺകുട്ടികൾക്ക് പ്രചോദനമാകട്ടെ. അതുകൊണ്ട് അമ്പിയാക്കളുടെ ചരിത്രവും പൂർവ്വസൂരികളായ സലഫുകളുടെ ചരിത്രവുമാണ് നമ്മുടെ കുട്ടികളുടെ കാതുകളിലേക്ക് നമ്മൾ പകർന്നു നൽകേണ്ടത്, അവരുടെ ഹൃദയങ്ങളിലേക്ക് നമ്മൾ പകർന്നു നൽകേണ്ടത്. വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ ആ മക്കൾ കേട്ടു വളരട്ടെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് കേട്ടു വളരട്ടെ, മുഹമ്മദ് റസൂലുള്ളാഹ് കേട്ടു വളരട്ടെ. അങ്ങനെ വളർത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട് സഹോദരങ്ങളെ. അങ്ങനെ വളർത്തുന്നു നമ്മുടെ കുട്ടികളെ നമ്മളെങ്കിൽ ഈമാനികമായ ചട്ടക്കൂട്ടിലും വിശുദ്ധ ഖുർആനിന്റെയും സുന്നത്തിന്റെയും ശക്തമായ പ്രതിരോധ വലയത്താൽ, ശക്തമായ ഈമാനികമായ മതിൽക്കെട്ടിനാൽ നമ്മൾ നമ്മുടെ കുട്ടികളെ വളർത്തുന്നുവെങ്കിൽ നമ്മുടെ കുഞ്ഞു മക്കളെ കാർന്ന് തിന്നാൻ തള്ളക്കോഴിയുടെ പിടക്കോഴിയുടെ ചിറകിനടിയിൽ നിന്ന് കോഴിക്കുഞ്ഞുങ്ങളെ കൊത്തി വലിച്ചു കൊണ്ടുപോവാൻ കാക്കയല്ല, പരുന്തല്ല, വേഷം പാമ്പല്ല, വേട്ടപ്പട്ടിയല്ല, എത്രമേൽ ലിബറൽ ചിന്തകളുള്ള ആളുകളാണെങ്കിലും യുക്തിവാദികളാണെങ്കിലും നിരീശ്വരവാദികളാണെങ്കിലും ലഹരി മാഫിയകളാണെങ്കിലും ഷിർക്കിന്റെ കുഫറിന്റെ നിഷേധത്തിന്റെ ഏതേതു വലിയ തലതൊട്ടപ്പന്മാരാണെങ്കിലും അവർക്ക് മുന്നിൽ ഈമാനികമായ ശക്തമായ മതിൽക്കെട്ടുകൾ സൃഷ്ടിച്ച് ഖുർആനും സുന്നത്തും മുറുകെ പിടിച്ചുള്ള ശക്തമായ പ്രതിരോധ മതിൽക്കെട്ടുകൾ സൃഷ്ടിച്ച് നമ്മുടെ മക്കൾ ഉറച്ചു നിൽക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹിൽ അതിൽ ഇസ്സത്ത് ഉണ്ടാകും. വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ. അല്ലാഹുവിനാണ് ഇസ്സത്ത്, അല്ലാഹുവിന്റെ റസൂലിനാണ് ഇസ്സത്ത്. അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്ന, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാഉ ചെയ്യുന്ന സത്യവിശ്വാസികൾക്കാണ് ഇസ്സത്ത് എന്ന് അല്ലാഹു അടിവരയിട്ട് ഓർമ്മപ്പെടുത്തുമ്പോൾ ആ ഇസ്സത്തുള്ള വിശ്വാസികളായി മാറാൻ, ഇസ്സത്തുള്ള ഉമ്മയാകാൻ, ഇസ്സത്തുള്ള തലമുറയാകാൻ, ഇസ്സത്തുള്ള തലമുറയെ വാർത്തെടുക്കാൻ നമുക്ക് കഴിയണം. അതിന് നമ്മുടെ അറബി കോളേജുകളും മദ്രസകളും നമ്മുടെ പള്ളികളും നമ്മുടെ സമ്മേളനങ്ങളും നമ്മുടെ സംവിധാനങ്ങളും സഹായകമാകണം. അല്ലാഹുവേ, നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാകണമേ. മാതാപിതാക്കൾ ആദരിക്കുന്ന, സ്നേഹിക്കുന്ന നല്ല മക്കളുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണമേ. മക്കളെ സ്വാലിഹീങ്ങളായി മക്കളായി വളർത്തിയെടുക്കാൻ നീ ഞങ്ങളെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകണമേ. ഞങ്ങൾ മരിച്ചാലും ഹൃദയം തുറന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വലതുൻ സ്വാലിഹുൻ യദ്ഉ ലഹ് എന്ന ഉന്നതമായ പദവിയിലേക്ക് ഞങ്ങളുടെ മക്കളെയും പേരമക്കളെയും നീ വളർത്തണേ റഹ്മാനെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹിൽ നീ ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തണേ റഹ്മാനെ. ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ പേരമക്കളെയും ലോകാവസാനം വരെ നീണ്ടു നിൽക്കുന്ന ഞങ്ങളുടെ പിന്തലമുറയിൽ വരുന്ന മുഴുവൻ ആളുകളെയും നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറപ്പിച്ചു നിർത്തണേ റഹ്മാനെ. തൗഹീദിൽ ഉറപ്പിച്ചു നിർത്തണേ റഹ്മാനെ. മുഹമ്മദ് റസൂലുള്ളാഹിൽ ഉറപ്പിച്ചു നിർത്തണേ റഹ്മാനെ. ഇസ്സത്തുള്ളവരായി ജീവിക്കാൻ നീ ഞങ്ങളെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകണമേ. ഞങ്ങളിൽ വ്യത്യസ്തങ്ങളായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് നീ ശിഫയും ആശ്വാസവും നൽകി അനുഗ്രഹിക്കുമാറാകണമേ. അർഹമർ റഹീമനായ റബ്ബേ, ഞങ്ങൾ ഇന്ന് വിട പറഞ്ഞ ഞങ്ങളുടെ ഉമ്മമാർ, ഞങ്ങളുടെ വല്ലുപ്പമാർ, ഞങ്ങളുടെ വല്ലുമ്മമാർ, ഞങ്ങൾ സ്നേഹിച്ചതിനേക്കാൾ കൂടുതൽ അവർ ഞങ്ങളെ സ്നേഹിച്ചിട്ടുണ്ട്. ഞങ്ങൾ അവരെ ഇഷ്ടപ്പെട്ടതിനേക്കാൾ കൂടുതൽ
അവർ ഞങ്ങളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നിന്റെ വിളിക്കുത്തരം നൽകി അവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകണമേ. അവരുടെ ഖബറുകളെ നീ വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ. അവർക്കും ഞങ്ങൾക്കും നീ സ്വർഗം സമ്മാനം നൽകി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകണമേ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയ്നിൻ വജ്അൽനാ ലിൽമുത്തഖീന ഇമാമാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.